Hello, my dear students. ഞാൻ നിങ്ങളുടെ കോഴ്സ് കോഡായ 3032 ഡി സി മെഷീൻസ് ആൻഡ് ട്രാക്ഷൻ മോട്ടോഴ്സ് അതിൽ ഏതാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ കുറച്ച് സ്ലൈഡ്സ് ഉണ്ട്, ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കുറച്ച് സ്ലൈഡ്സും കൂടി ഉണ്ടാവും. അപ്പോൾ ഇത് S3-ലെ ഒരു സബ്ജക്റ്റാണ്. നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ സബ്ജക്റ്റ് കോഡ് 3032, കോഴ്സ് കോഡാണ് 3032, കോഴ്സ് ടൈറ്റിലാണ് ഡി സി മെഷീൻസ് ആൻഡ് ട്രാക്ഷൻ മോട്ടോഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3rd സെമസ്റ്ററിലാണ്. ഇതിൻ്റെ ക്രെഡിറ്റ് 3 points ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാനൊന്ന് ട്രൈ ചെയ്യുകയാണ്. ഓക്കെ, സോ വിഷിങ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. എല്ലാവരും നന്നായിട്ട് ചെയ്യുക. അപ്പോൾ ഡി സി മെഷീൻസിൽ നമുക്കതിൽ കൺസ്ട്രക്ഷൻസ് ആൻഡ് വർക്കിംഗ് ഓഫ് ഡി സി ജനറേറ്റേഴ്സും മോട്ടോഴ്സും ഡി സി മെഷീൻസ്, ഡി സി മോട്ടോഴ്സിൻ്റെ ഞാൻ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. അതുമാതിരി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി സി ജനറേറ്റേഴ്സ്, പിന്നെ അതേപോലെ തന്നെ സ്പീഡ് കൺട്രോൾ ഓഫ് ഡി സി മോട്ടോഴ്സ്. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്കിതിൽ നോക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പോർഷൻസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ഡി സി ജനറേറ്റേഴ്സ് എന്ന ചാപ്റ്ററിൽ എന്താ പറയുക, കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് ഡി സി ജനറേറ്റേഴ്സ് എന്തായാലും പഠിക്കണം. അതേമാതിരി വർക്കിംഗ് ഓഫ് ഡി സി ജനറേറ്റേഴ്സ് പഠിക്കണം. EMF ഇക്വേഷൻ ഓഫ് ഡി സി ജനറേറ്റർ പഠിക്കണം. അതേമാതിരി ക്ലാസിഫിക്കേഷൻ ഓഫ് ഡി സി ജനറേറ്റേഴ്സ്, പിന്നെ ലോസസ് ഇൻ ഡി സി മെഷീൻസ്, മാക്സിമം പവർ എഫിഷ്യൻസി. ഈ ടോപ്പിക്സൊക്കെ എന്തായാലും നിങ്ങൾ പഠിച്ച് പരീക്ഷയ്ക്ക് പോകേണ്ടതാണ്. അതിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച ഉണ്ടാവരുത്. അതേമാതിരി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി സി ജനറേറ്റേഴ്സിൽ കമ്മ്യൂട്ടേഷൻ എന്താണ്, പിന്നെ നെസസിറ്റി ഓഫ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്, ഈക്വലൈസർ കണക്ഷൻസ്, ഇത് നിർബന്ധമാണ്. പിന്നെ ജനറേറ്റർ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൽ നമുക്ക് ക്രിട്ടിക്കൽ സ്പീഡും ക്രിട്ടിക്കൽ റെസിസ്റ്റൻസസ് എന്താണ്, അത് നിങ്ങൾ നോക്കേണ്ടതാണ്. പിന്നെ എല്ലാം COസിലും അല്ലെങ്കിൽ എല്ലാ ഔട്ട്കംസിലും, CO ഔട്ട്കംസിൽ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന മോഡ്യൂൾസിൽ ആപ്ലിക്കേഷൻസ് ഓഫ് ജനറേറ്റേഴ്സും മോട്ടോഴ്സ് പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ വീണ്ടും നമുക്ക് പ്രിൻസിപ്പൾ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി സി മോട്ടോഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾ മോട്ടറിൻ്റെ വർക്കിങ്സ് പഠിക്കണം, EMF ഇക്വേഷൻസ് പഠിക്കണം, അതിൻ്റെ ഡെറിവേഷൻ, പിന്നെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്, പിന്നെ അതേപോലെ തന്നെ മാക്സിമം പവർ ഓഫ് ഡി സി മോട്ടോഴ്സ്. പിന്നെ ഇതേപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേരിയസ് മോട്ടോഴ്സ് ഉണ്ട്. പിന്നെ നിർബന്ധമായിട്ട് ടൈപ്സ് ഓഫ് സ്റ്റാർട്ടേഴ്സ് എന്താണ്, അതിൽ 3 point സ്റ്റാർട്ടറും 4 point സ്റ്റാർട്ടറും മസ്റ്റായി പഠിക്കണം. പിന്നെ നമുക്ക് ലോസസ് ഓഫ് മെഷീൻസ് എന്ന് ഫസ്റ്റ് മോഡ്യൂൾ പറഞ്ഞ പോലെ തന്നെ ഈ ഡി സി മോട്ടോഴ്സിലും ബാക്കി അതേപോലെ നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കണം. എന്ന പോലെ തന്നെ നമ്മുടെ സ്പീഡ് കൺട്രോൾ ഓഫ് ഡി സി മോട്ടോഴ്സ്, കൺട്രോൾ സിസ്റ്റത്തിൽ നിങ്ങൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ്, അതേപോലെ തന്നെ റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ്, ട്രാൻസിഷൻ ബ്രേക്കിംഗ് ഒക്കെയാണ്. അതിൽ റിയോസ്റ്റാറ്റിക്കും റീജനറേറ്റീവ് ബ്രേക്കിംഗ് നിങ്ങൾ നന്നായി പഠിക്കണം. പിന്നെ ട്രാക്ഷൻ മോട്ടോഴ്സിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കേണ്ടിയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് നോക്കി പോകണം. അപ്പോൾ ഞാൻ കുറച്ച് ഡീറ്റെയിൽസൊക്കെ പറയാൻ പോവാണ്. അതിൽ ഇതിൽ ഔട്ട്ലൈൻ ഞാൻ കാണിച്ചിട്ടുള്ളത് ഇൻട്രൊഡക്ഷനും കൺസ്ട്രക്ഷനും ഡി സി മെഷീൻസ് എന്താണ്, അതേപോലെ തന്നെ ആർമേച്ചർ റിയാക്ഷൻ കമ്മ്യൂട്ടേഷൻസും, അതുമാതിരി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി സി മോട്ടോഴ്സ്. അപ്പോൾ ഇൻട്രൊഡക്ഷറി ആയിട്ട് പറയുന്നത് എന്താണ് മോട്ടോർ. മോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ടിങ് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജിയാണ്. അതേമാതിരി ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺവേർട്ടിങ് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ഇതാണ് ഡെഫിനിഷൻസ്. അപ്പോൾ ഡി സി മെഷീൻസ് ആർ വൺ പാർട്ട് ഓഫ് ദ ഇലക്ട്രിക്കൽ മെഷീൻസ് ആൻഡ് എനർജി കൺവേർഷൻസ് സിസ്റ്റംസ് ആണ്. അപ്പോൾ ഇത് എക്സ്റ്റെൻസീവ്ലി ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുമാതിരി ഡി സി മെഷീൻസ് നമുക്ക് ജനറേറ്ററായിട്ടും മോട്ടറായിട്ട് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡി സി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കൺവേർട്ടിങ് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. പിന്നെ അതേപോലെ തന്നെ സോഴ്സസ് ഓഫ് മെക്കാനിക്കൽ പവേഴ്സ് ആണ് ഡീസൽ എൻജിൻസും ടർബൈൻ സിസ്റ്റംസും അതുമാതിരി AC മോട്ടോഴ്സൊക്കെ. ഓക്കെ, ഇത് നമ്മൾ ഡൊമസ്റ്റിക് പർപ്പസും ഇൻഡസ്ട്രി പർപ്പസൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ ഡി സി ജനറേറ്റേഴ്സ് നമുക്ക് ഒരുപാട് ദാറ്റ് ഈസ് യൂസ് ടു പ്രൊഡ്യൂസ് പവർ ഇൻ എ സ്മോൾ ബാക്കപ്പ്. അതേപോലെ ഇറ്റ് ഈസ് സ്റ്റാൻഡ് ബൈ ജനറേറ്റിംഗ് പ്ലാന്റ്സിലൊക്കെ നമുക്ക് വിൻഡ് മിൽസിലും മൗണ്ടൻ സ്ട്രീംസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്, അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ആണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. അതാണ് ജനറേറ്റേഴ്സിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് ഇത് പറഞ്ഞിരുന്നത്. അതേമാതിരി ഡി സി മോട്ടോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദാറ്റ് ഈസ് കൺവേർട്ടിംഗ് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് ഡ്രൈവിംഗ് ദ മെക്കാനിക്കൽ ലോഡ്സിന് വേണ്ടിയിട്ടാണ്. അതേമാതിരി ഫൈൻഡിങ് ഇൻക്രീസിങ് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിൽ, ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് പ്രിസൈസ്ലി കൺട്രോൾ ടോർക്ക്. ടോർക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഏത് രീതിയിലാണ് നമുക്ക് ആവശ്യം അത് ചെയ്യാൻ പറ്റും. അതെവിടെയൊക്കെ യൂസ് ചെയ്യപ്പെടുന്നത്, റോളിംഗ് മിൽസിലുണ്ട്, ഓവർ ഹെഡ് ക്രെയിൻസിലുണ്ട്, അതുമാതിരി ട്രാക്ഷൻ പർപ്പസിലാണ് ഡി സി മോട്ടോഴ്സ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുക. പിന്നെ ലിങ്ക്ഡ് വിത്ത് ദ ഫോക്ക് ഓഫ് ദ ലിഫ്റ്റ് ട്രക്ക്, അതുമാതിരി ഇലക്ട്രിക്കൽ വെഹിക്കിൾസും ഇലക്ട്രിക്കൽ ട്രെയിൻസും. ഇപ്പോൾ ലോക്കോമോട്ടീവ് സിസ്റ്റം, ഇലക്ട്രിക്കൽ ലോക്കോമോട്ടീവ് സിസ്റ്റംസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡി സി സീരീസ് മോട്ടോഴ്സ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇത് പോർട്ടബിൾ മെഷീൻ ടൂൾസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രം ബാറ്ററീസ് ടു ഓട്ടോമാറ്റിക് വെഹിക്കിൾസ് ഓഫ് സ്റ്റേറ്റർ മോട്ടോഴ്സും ബ്ലോ മോട്ടോഴ്സും, കൺട്രോളിങ് ആപ്ലിക്കേഷൻ ഓഫ് ആക്ച്വേറ്റേഴ്സ്, എന്ന പോലെ തന്നെ സ്പീഡ് ആൻഡ് പൊസിഷൻ സെൻസിങ് ഡിവൈസസിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്താണ്, നമുക്ക് ആവശ്യമില്ല ഡിമാൻഡ്സ് ഓഫ് ദ ലോഡ് നമുക്കിതിൽ മീറ്റ് ചെയ്യാം. റിക്വയറിങ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കാണ്, എവിടെയാണ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആവശ്യം അവിടെ നമുക്ക് ഡി സി മോട്ടോഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതുമാതിരി ഹൈ ആക്സലറേറ്റിംഗ് ആൻഡ് ഡീസാക്സലറേറ്റിംഗ് ടോർക്കുകളാണ്. പിന്നെ വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് നമുക്കിതിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് നമുക്ക് റിവേഴ്സൽ നടക്കാം, ക്വിക്ക് റിവേഴ്സൽസ് ആണ് നമുക്കിതിലൂടെ സാധ്യമാവുന്നത്. അതാണ് ഇത് ട്രാക്ഷൻ മോട്ടോഴ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് നമുക്കിതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കിംഗ് ഉണ്ട്, അതേമാതിരി സ്പാർക്കിംഗ് ഡ്യൂ ടു കമ്പ്യൂട്ടർ സെഗ്മെൻറ്റ്സ് റിഡ്യൂസസ് റിലയബിലിറ്റി ഓഫ് ദ മെഷീൻസ്. തീർച്ചയായിട്ടും പ്രൊലോങ് ആർക്കിങ്ങും അതേമാതിരി തന്നെ സ്പാർക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് മെഷീൻസിൻ്റെ എഫിഷ്യൻസി കുറയും. പിന്നെ കോംപ്ലക്സിറ്റി ഓഫ് ദി കൺസ്ട്രക്ഷൻ കാരണം കൊണ്ട് അതിൽ കാർബൺ ബ്രഷും അതേമാതിരി തന്നെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് ഒരുപാട് വെയർ ആൻഡ് ടേഴ്സ് ഉണ്ടാവുന്നതാണ്. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷൻ പാർട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്റ്റേറ്റർ ഉണ്ട്, റോട്ടർ ഉണ്ട്. സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി പാർട്ടും റോട്ടർ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് പാർട്ടാണ്. ഇതാണ് നമുക്ക് നമ്മുടെ ഒരു മോട്ടറിൻ്റെ ഇൻസൈഡിലുള്ള ഒരു ഭാഗം കാണിച്ചിട്ടുള്ളത്. നമുക്ക് 1 കാണിച്ചിരുന്ന ഷാഫ്റ്റാണ്, അതുമാതിരി നമ്മുടെ 3, 4 ഒക്കെ ഭാഗം 3 കാണിച്ചിരിക്കുന്ന കമ്മ്യൂട്ടേറ്റേഴ്സ് ആണ്. അതുമാതിരി വൈൻഡിങ്സും ഷാഫ്റ്റിലൂടെ കണക്റ്റഡ് ആണ്. ഓക്കെ, അതിൻ്റെ ഓരോ പോർഷൻസ് ആണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. 1 എന്ന് പറഞ്ഞ ഷാഫ്റ്റാണ്, 2 എന്ന് പറഞ്ഞ എൻഡ് വെയറിങ്സ് ആണ്, 3 കമ്മ്യൂട്ടേറ്റേഴ്സ് ആണ്, 4 നമുക്ക് ബ്രഷസ്, 5 നമുക്ക് ആർമേച്ചർ, 6 മെയിൻ പോൾ, 7 മെയിൻ പോൾ ഫീൽഡ് വൈൻഡിങ്, 8 ഫ്രെയിം ആണ്, 9 നമുക്ക് എൻ ഷീൽഡ് ആണ്, 10th വെന്റിലേറ്റേഴ്സ്, 11 ബേസ്മെന്റ്, 12 ബെയറിങ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. എന്നപോലെ തന്നെ ഈ സ്റ്റേറ്ററിൽ എന്തൊക്കെയുള്ളത്, സ്റ്റേറ്ററിൽ നമുക്ക് മെയിനായിട്ട് സ്റ്റേറ്റർ കോർ ഉണ്ട്. നമ്മൾ അതിൽ ആണ് യോക്ക്, സ്റ്റേറ്റർ കോർ എന്ന് പറഞ്ഞാൽ യോക്ക്, ദാറ്റ് ഈസ് മെക്കാനിക്കൽ പാർട്ട്. ഈ യോക്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ മെഷീൻ ആണ്. ഇത് നമുക്ക് മെയിനായിട്ട് സപ്പോർട്ടിംഗ് ആണ്, അതായത് പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് മെയിനായിട്ട് യോക്കിൽ നിന്ന് ഉപയോഗം. അതുമാതിരി സ്റ്റേറ്റ് ഓഫ് ഫ്രെയിം പറയുന്നതാണ്, അതിലാണ് നെയിം പ്ലേറ്റും ടെർമിനൽ ബോക്സും ബേസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ദാറ്റ് ഈസ് പ്രൊവൈഡിങ് എ സപ്പോർട്ട് ദ മെഷീൻസ്, അതുമാതിരി പ്രൊവൈഡിങ് ദ പോൾസ്, ഫ്ലക്സ്, അതൊക്കെ നമുക്ക് ചെയ്യുന്നത്. പിന്നെ ഫീൽഡ് വൈൻഡിങ് ഉണ്ട്, ആ ഫീൽഡ് വൈൻഡിങ്ങിലാണ് നമുക്ക് സ്റ്റേറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് മെയിൻ ഫ്ലക്സസ് ഉണ്ടാക്കുന്നത്. എന്നപോലെ തന്നെ കമ്മ്യൂട്ടേറ്റിംഗ് പോൾസ് ഉണ്ട്, ആ കമ്മ്യൂട്ടേറ്റിംഗ് പോൾസ് ആണ് ഇൻറ്റർ പോൾസ് എന്ന് പറയുന്നത്. ഇൻറ്റർ പോൾസ് നമുക്ക് പിന്നെ ഇംപ്രൂവിങ് കമ്മ്യൂട്ടേഷന് വേണ്ടിയിട്ടാണ് ഇൻറ്റർ പോൾസ് നമ്മളവിടെ വെച്ചിട്ടുള്ളത്. അതിനൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഓരോന്നും നോക്കാം. പിന്നെ അവോയ്ഡ്സ് സ്പാർക്ക് എന്നൊക്കെ ബിറ്റ്വീൻ ദ ബ്രഷ് ആൻഡ് കമ്മ്യൂട്ടേറ്റർ. ഓക്കെ, പിന്നെ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് ഉണ്ട്. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ ഡി സി മെഷീൻസ്, ദാറ്റ് ഈസ് ലാർജ് ഡി സി മെഷീൻസ് ഓൺലി പ്ലേസ്ഡ് ഇൻ ദ സ്ലോട്ട്സ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ആർമേച്ചർ വൈൻഡിങ്സ്. സോ ക്യാൻസൽസ് ആർമേച്ചർ റിയാക്ഷൻസ് ആൻഡ് ഫ്ലക്സ് വീക്കനിങ്സ് ആണ്. പിന്നെ ബ്രഷ് ആണ്, ബ്രഷ് നമുക്ക് അറ്റാച്ച് വിത്ത് ദ സ്റ്റേറ്റർ ആൻഡ് കവേഴ്സ് മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ ആൻഡ് ഗ്രഫൈറ്റ് ആണ് ടു കളക്ട് ദ കറണ്ട് ഫ്രം ദ കമ്മ്യൂട്ടേറ്റർ. അപ്പോൾ ഇതിൽ നമുക്ക് ലൂബ്രിക്കൻസ് ആയിട്ട് നമുക്ക് ബ്രഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ്. പിന്നെ അടുത്ത പറഞ്ഞാൽ റോട്ടറാണ്. റോട്ടർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ റൊട്ടേറ്റിംഗ് പാർട്ടാണ്, ദാറ്റ് ഈസ് ഓഫ് ദ മെഷീൻ, റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് ദ മെഷീൻ വെയർ ഇലക്ട്രോകെമിക്കൽ എനർജി കൺവേർഷൻ ടേക്സ് പ്ലേസ്. അപ്പോൾ അതിലെന്തൊക്കെയുണ്ട്, റോട്ടർ കോർ ഉണ്ട്, ആർമേച്ചർ വൈൻഡിങ് ഉണ്ട്, റോട്ടർ ഷാഫ്റ്റ് ഉണ്ട്, ബെയറിങ്സ് ടു സപ്പോർട്ട് ദ റോട്ടർ ഷാഫ്റ്റ് ഉണ്ട്, കമ്മ്യൂട്ടേറ്റേഴ്സ് ഉണ്ട്. ഇനി പ്രിൻസിപ്പൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ഡി സി മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി ജനറേറ്റർ ആക്ഷൻ ആണ്.
അപ്പോൾ നമ്മൾ പറഞ്ഞു മോട്ടോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി സി മെഷീൻ ദാറ്റ് ഈസ് ക്യാൻ വർക്ക് ആസ്. അപ്പോൾ ഡി സി മെഷീൻസിൽ നമ്മൾ ഡി സി മെഷീൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോട്ടറായിട്ടും ജനറേറ്ററായിട്ടും രണ്ടായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ജനറേറ്റർ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മെക്കാനിക്കൽ സ്ട്രെങ്ത് എന്തായാലും ഓഫ് കോഴ്സ് വേണം. അപ്പോൾ ഇതിൽ പറയുന്ന റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അത് ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ടക്ടർ ഓഫ് ലെങ്ത് എൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് ലെങ്ത്. ഓക്കെ, സോ എനർജി കൺവേർഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ്. whenever the conductor cuts magnetic flux, dynamically induced EMF is produced in the Faraday's laws. അതാണ് whenever you placed a strong conductor അല്ലെങ്കിൽ whenever you placed a conductor in a strong magnetic field എന്താണ് there experiences a force ആണ് നമുക്ക് ഇൻഡക്ഷൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നൊക്കെ പറയുന്നത്. സോ ദിസ് EMF cause the current law of the conductor is closed. അപ്പോൾ ജനറേറ്റഡ് വോൾട്ടേജ് ആണ് BLV sin phi എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പൾ ഇവിടെ സ്കിമാറ്റിക് ഡയഗ്രാം ഓഫ് സിമ്പിൾ മെഷീനാണ് നമുക്കിവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ ABCD കോയിൽ കാണിച്ചിട്ടുണ്ട്. ആ രണ്ട് മാഗ്നറ്റിൻ്റെ ഫീൽഡാണ് പ്ലേസ് ചെയ്തിട്ടുണ്ട് നോർത്ത് ആൻഡ് സൗത്തിൽ. അപ്പോൾ അതിൻ്റെ റൊട്ടേറ്റിംഗ് സൈൻ നമുക്ക് കാണിച്ചിട്ടുണ്ട്, ആരോ വിത്ത് കാണിച്ചിട്ടുണ്ട്, രണ്ട് ബ്രഷസ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കാം. അപ്പോൾ ഒരു സിമ്പിൾ സ്കിമാറ്റിക് ഡയഗ്രാം ഓഫ് മെഷീൻ നമ്മൾ ABCD വിത്ത് കൺസിസ്റ്റിംഗ് വിത്ത് ലൂപ്പ് ABCD റൊട്ടേറ്റിംഗ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് ബീങ് പ്ലേസ്ഡ് ഇൻ എ സ്ട്രോങ് മാഗ്നറ്റ് അല്ലെങ്കിൽ പവർഫുൾ ഇലക്ട്രോ മാഗ്നറ്റിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാഗ്നറ്റിക് ലൈൻസ് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ആർ ഡയറക്റ്റഡ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ ആണ്. സോ എൻഡ്സ് ഓഫ് ദ കോയിൽ ABCD ആർ കണക്റ്റഡ് ടു 2 കോപ്പർ റിങ്സ് R1 ആൻഡ് R2 നമുക്ക് കാണാം. സോ ഫിക്സ്ഡ് ഓൺ ദ ഷാഫ്റ്റ്. അപ്പോൾ R1 R2 രണ്ട് എന്താണ് നമുക്ക് കോപ്പർ റിങ്സ് ആണ്, അത് ആ ഷാഫ്റ്റിൽ കോയിലായിട്ട് കണക്റ്റഡ് ആണ്. And brushes B1 and B2 connect to the external load circuit, make circuit ആണ്. ഓക്കെ, ഇനി therefore അങ്ങനെ എന്താവുന്ന സമയത്ത് എന്താണ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് അവിടെ കോയിലിൽ നമുക്ക് കാണാം, ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നിങ്ങൾക്ക് അവിടെ കൈ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ റൈറ്റ് ഹാൻഡ് റൂളാണ് അവിടെ കാണിച്ചിരുന്നത്. മോഷൻ ഫ്ലക്സ് അതേപോലെ തന്നെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ അവിടെ E is equal to minus n d phi by dt എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇസ് ഇൻഡക്ഷൻ ഓഫ് മോട്ടർ നമുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് ഹാൻഡ് റൂളിൽ നമുക്ക് കാണിച്ചിട്ടുണ്ട്, തം കാണിച്ചിട്ടുണ്ട് മോഷൻ, 4 ഫിംഗർ കാണിച്ചിട്ടുണ്ട് ഫ്ലക്സ്, അതേമാതിരി തന്നെ നമുക്ക് EMF ആണ് കാണിച്ചിട്ടുള്ളത് മിഡിൽ ഫിംഗർ വെച്ചിട്ട്. Okay, so voltage is also known as motional EMF. So direction of induced voltage is determined by Fleming's right hand rule. It is also called as generator rule. അപ്പോൾ ജനറേറ്ററിൻ്റെ ഡയറക്ഷൻ മോഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് യൂസ് ചെയ്യുക. മോട്ടറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് യൂസ് ചെയ്യുക. ശ്രദ്ധിക്കുക കേട്ടോ. എന്ന് ഞാൻ റിപ്പീറ്റ്, ജനറേറ്ററിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും മോട്ടറിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് യൂസ് ചെയ്യുക. അപ്പോൾ 4 ഫിംഗർ, തംബ് ആൻഡ് മിഡിൽ ഫിംഗേഴ്സ് ഇതെല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതാണ്. അതാണ് 4 ഫിംഗർ ഷോസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലക്സ് ആൻഡ് തംബ് ഷോസ് ദ സ്പീഡ് ആൻഡ് ദ മിഡിൽ ഫിംഗർ ഷോസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഇസ് B, that is E is equal to BLV sin theta എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദ നേച്ചർ ഓഫ് ദ EMF എപ്പോഴും എന്താണ് ആൾട്ടർനേറ്റീവ് ആണ്. DC മെഷീനിൽ ദ നേച്ചർ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇസ് ആൾട്ടർനേറ്റീവ്. അതിൻ്റെ ഫിഗർ അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ദ ചേഞ്ച് AC to DC and in DC മെഷീൻസ് നമ്മൾ തീർച്ചയായിട്ടും എന്താണ് മെനി കോയിൽ സെഗ്മെൻറ്റ്സ് ഓഫ് ആർമേച്ചർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനാണ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് എന്തിനാണ്? ടു ചേഞ്ച് AC to DC ആണ്. അപ്പോൾ DC മെഷീൻസിൽ AC നിന്ന് DCയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ EMF ഇക്വേഷൻ ഓഫ് ജനറേറ്റർ ആണ് EG is equal to 5Z and P by 60A എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻസ് ഉണ്ട്. അപ്പോൾ 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലക്സ് പെർ പോൾ, Z എന്ന് പറഞ്ഞ ടോട്ടൽ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടർ, P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് പോൾസ്, A എന്ന് പറഞ്ഞ നമ്പർ ഓഫ് പാരലൽ പാത്സ് ഇൻ ആർമേച്ചർ, N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർമേച്ചർ റൊട്ടേഷൻ ഇൻ റെവല്യൂഷൻ, EG എന്ന് പറഞ്ഞ EMF ജനറേറ്റർ. അപ്പോൾ പോസിറ്റീവ് ബ്രഷ് ഓൾവേസ് കളക്ട്സ് ദ പോസിറ്റീവ് കറണ്ട് ആൻഡ് ദ നെഗറ്റീവ് ബ്രഷ് ഓൾവേസ് കളക്ട് ദ നെഗറ്റീവ് കറണ്ട് ആണ്. ആസ് എ റിസൾട്ട് എന്താണ് പൾസേറ്റിംഗ് DC വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദ external load. So this is one of the important points to be noted and read it properly. ഇവിടെ ഒരു പ്രോബ്ലം ഞാൻ കാണിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ഒന്ന് ഗോ ത്രൂ ചെയ്യുക. അതുമാതിരി മോട്ടോർ ആക്ഷൻ എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് കണ്ടെയ്ൻസ് 2 മെയിൻ കണ്ടീഷൻസ് ആണ് പറയുന്നത്.
ഒന്ന് മാഗ്നറ്റിക് ഫീൽഡും അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സും പിന്നെ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. സോ മോട്ടറിൻ്റെ ആക്ഷൻ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ സൈഡ് ആൻഡ് കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ മെയിൻ പോൾസ് ആണ് പറയുന്നത്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് ഫോഴ്സ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ദാറ്റ് ഇസ് ലെഫ്റ്റ് ഹാൻഡ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തം, മിഡിൽ ഫിംഗർ, അതേമാതിരി തന്നെ മോഷൻ നമുക്ക് 4 ഫിംഗർ കാണിച്ചിട്ടുണ്ട്. Thumb is for the motion and forefinger is for the field. അതേമാതിരി middle finger for the current ആണ്. അപ്പോൾ direction of the induced force is determined by, so is called as Fleming's left hand rule. Okay. So putting the thumb and forefinger and middle finger out mutually perpendicular ആയിരിക്കും. അപ്പോൾ forefinger നമുക്ക് കാണിച്ചിരിക്കുന്ന direction of the flux, middle finger നമുക്ക് കാണിച്ചിരിക്കുന്ന direction of the current, and the thumb നമുക്ക് direction of the induced force ആണ്. So the magnitude of the induced force in the conductor is proportional to the magnetic flux density, and conductor current effectively length of the conductor. So that is the force F is equal to BIL sin phi, where F is the ampere's force, B is the magnetic flux, I is the conductor current, and L is the effective length of the conductor, phi is the position of the coil inside the magnetic field. Now equivalent circuit of DC machines. ഇത് നമുക്ക് എന്താ പറഞ്ഞെനിക്ക് നോക്കാം. അപ്പോൾ മോഡൽ ഓഫ് ദ ഗിവൻ മെഷീൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുമാതിരി ഈ മോഡൽ നമ്മൾ ആക്ച്വലി ഇലക്ട്രിക്കൽ മെഷീൻസ് ആണ് പറഞ്ഞു. ഈക്വലൻറ്റ് സർക്യൂട്ട് ഓഫ് DC ജനറേറ്റേഴ്സിൽ DC മെഷീൻസ് യൂസസ് ജനറേറ്റേഴ്സ് ആണ്. സോ DC ജനറേറ്റേഴ്സ് ആർ DC മെഷീൻസ് യൂസ്ഡ് ആസ് ജനറേറ്റേഴ്സ്. സോ ദർ ഈസ് നോ റിയൽ ഡിഫറൻസ് ബിറ്റ്വീൻ ജനറേറ്റർ ആൻഡ് മോട്ടർ എക്സെപ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ പവർ ഫ്ലോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളിത് മനസ്സിലാക്കണം. നമ്മൾ DC മെഷീൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെഷീൻ നമുക്ക് ജനറേറ്ററായിട്ട് മോട്ടറായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ, അതിൻ്റെ ഡയറക്ഷൻ. So there are 5 major types of DC generators. Okay, so classified according to the manner in which the flux is produced, separately and self-excited. അപ്പോൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ എ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ ദ ഫീൽഡ് ഫ്ലക്സ് ഇസ് ഡിറൈവ്ഡ് ഫ്രം എ സെപ്പറേറ്റ് പവർ സോഴ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ജനറേറ്റർ ഇറ്റ് സെൽഫ്. അപ്പോൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആണ്, അതാണ് അതിൽ പ്രത്യേകത പറയണത്. അപ്പോൾ അവിടെ എന്താ പറയുക വെച്ചാൽ ഫീൽഡ് ഫ്ലക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം സെപ്പറേറ്റ് പവർ സോഴ്സ്, പുറമേ നിന്നാണ് നമ്മൾ ഫീൽഡ് ഫ്ലക്സ് ഡിറൈവ് ചെയ്യുന്നത്, ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ജനറേറ്റർ ഇറ്റ് സെൽഫ്. പിന്നെ രണ്ടാമത്തെ പറഞ്ഞാൽ ഷണ്ട് ജനറേറ്റർ ആണ്. ഇതെന്താ പറയുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ഡിറൈവ്ഡ്, ദ ഫ്ലക്സ് ഇസ് ഡിറൈവ്ഡ് ബൈ കണക്ടിങ് ദ ഫീൽഡ് സർക്യൂട്ട് ഡയറക്ട്ലി അക്രോസ് ദ ടെർമിനൽസ് ഓഫ് ദ ജനറേറ്റർ. അപ്പോൾ ജനറേറ്റർ ടെർമിനൽസ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് കണക്റ്റഡ് ആയിരിക്കും, അവിടെ നിന്നാണ് നമ്മൾ ഫീൽഡ് ഫ്ലക്സ് ഡിറൈവ് ചെയ്യണത്. ഓക്കെ. പിന്നെ സീരീസ് ജനറേറ്ററിൽ എന്താണ്, ദ ഫീൽഡ് ഫ്ലക്സ് ഇസ് പ്രൊഡ്യൂസ് കണക്ടിങ് ദ ഫീൽഡ് സർക്യൂട്ട് ഇൻ സീരീസ് വിത്ത് ദ ആർമേച്ചർ ഓഫ് ദ ജനറേറ്റർ. പിന്നെ കുമുലേറ്റീവ്ലി കോമ്പൗണ്ടഡ് ജനറേറ്റർ ആണ്, ദാറ്റ് ഈസ് ബോത്ത് ദ ഷണ്ട് ആൻഡ് സീരീസ് ഫീൽഡ് ആർ പ്രസന്റ് ആൻഡ് ദെയർ എഫക്ട്സ് ആർ അഡിറ്റീവ്. അതുമാതിരി ഡിഫറൻഷ്യലി ആവുന്ന സമയത്ത് എന്താണ്, അവിടെ നമുക്ക് എന്താ പറയുന്നത്, ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ ബോത്ത് ദ ഷണ്ട് ആൻഡ് സീരീസ് ഫീൽഡ് ആർ പ്രസന്റ് ബട്ട് ദെയർ എഫക്ട്സ് ആർ സബ്ട്രാക്റ്റീവ്. അപ്പോൾ കുമുലേറ്റീവ്ലി അഡീഷനും ആണ്, കുമുലേഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. അപ്പോൾ കുമുലേറ്റീവ്ലി കോമ്പൗണ്ട് ജനറേറ്റർ നമുക്ക് അഡീഷനും ആണ്, ഡിഫറൻഷ്യലി നമുക്ക് എന്താണ് സബ്ട്രാക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്ററിൻ്റെ ഫിഗർ നമുക്കിവിടെ ഒരു സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ വരച്ച് പഠിക്കണം. അതുമാതിരി DC ഷണ്ട് ജനറേറ്ററിൻ്റെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇക്വലൻ സർക്യൂട്ട്സ് ആണ്. DC ഷണ്ട് ജനറേറ്റർ അല്ലെങ്കിൽ DC ജനറേറ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് supplies the own field current by having a field connected directly across the terminals of the machine, and the armature current in the machine supplies both the field current and the load attached to the machine ആണ്. ഓക്കെ. അതുമാതിരി സീരീസ് DC ജനറേറ്റർ നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ജനറേറ്റർ ഹൂസ് ഫീൽഡ് ഇസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ആർമേച്ചർ. സോ ഫ്രം ദ ഫിഗർ ഇറ്റ് സെൽഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് ആൻഡ് യു ക്യാൻ സ്റ്റഡി. ഓക്കെ. അതേമാതിരി ഈക്വലൻ സർക്യൂട്ട് ഓഫ് DC മോട്ടോർ നമുക്ക് കാണിച്ചിട്ടുണ്ട്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടോഴ്സും അതേപോലെ തന്നെ ആർമേച്ചർ സർക്യൂട്ട്. അപ്പോൾ അതും നമുക്കിവിടെ സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുള്ള ഇക്വേഷൻ ദാറ്റ് ഈസ് ആർമേച്ചർ ഇക്വേഷൻ. അപ്പോൾ V ഈസ് ഈക്വൽ ടു E പ്ലസ് IARA നമുക്ക് പറഞ്ഞിട്ടുണ്ട്. E ഈസ് ഈക്വൽ ടു E N5ZP/60 നമുക്ക് EMF ഇക്വേഷൻ അറിയാം. അപ്പോൾ ഫിഗർ A നമുക്ക് കാണിച്ചിട്ടുണ്ട് ദാറ്റ് ഈസ് ഈക്വലൻ സർക്യൂട്ട് ഓഫ് DC മോട്ടറും. അതുമാതിരി ഫിഗർ B കാണിച്ചിരിക്കുന്നത് ദാറ്റ് ഈസ് എലിമിനേറ്റിംഗ് ദ ബ്രഷ് ഡ്രോപ്പാണ് നമുക്കവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫോർമുലേഷൻ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റഗ്രൽ VIA ദാറ്റ് ഇസ് ക്രോസ് ഇലക്ട്രിക്കൽ പവർ കാണിച്ചിട്ടുണ്ട്. അതുമാതിരി EIA നമുക്ക് അവിടെ കൺവേർട്ടഡ് മെക്കാനിക്കൽ പവർ കാണിച്ചിട്ടുണ്ട്. സോ ഇവിടെ പറയുന്ന നെറ്റ് മെക്കാനിക്കൽ പവർ ദാറ്റ് ഈസ് ഈക്വൽ ടു മെക്കാനിക്കൽ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക.
അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ലാപ്പ് വൈൻഡിങ് വേവ് വൈൻഡിങ്ങിൽ ടോപ്പിക് പറയുന്ന സമയത്ത് A is equal to 2 ആണ് ഫോർ വേവ് വൈൻഡിങ് ആൻഡ് A is equal to P ഫോർ ലാപ്പ് വൈൻഡിങ് ആണ്. അപ്പോൾ സെൽഫ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദർ ഫീൽഡ് ആൻഡ് ആർമേച്ചർ വൈൻഡിങ്സ് ആർ കണക്റ്റഡ് അക്കോർഡിംഗ് ടു ദ ഫീൽഡ് അറേഞ്ച്മെന്റ് ഇൻ 3 ടൈപ്സ് ആണ് സീരീസ് വൗണ്ട്, ഷണ്ട് വൗണ്ട് ആൻഡ് കോമ്പൗണ്ട് വൗണ്ട്. അപ്പോൾ സീരീസ് വൗണ്ട് നമുക്ക് കാണാം, മോട്ടറും ഫീൽഡ് നമുക്ക് ദാറ്റ് ഈസ് വൈൻഡിങ് ഒരുമിച്ച് സീരീസിൽ കാണാം. Is one which the field winding is connected in series with the armature, so the whole current drawn in the motor passes through the field എന്നതാണ്. അപ്പോൾ കണക്ഷൻ ഡയഗ്രാം സീരീസ് വൗണ്ട് മോട്ടർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെരി ഹൈ ടോർക്കാണ്. സ്റ്റാർട്ടർ മോട്ടോഴ്സ് ഇൻ കാർസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, എലിവേറ്റർ മോട്ടോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ട്രാക്ടർ മോട്ടോഴ്സ് ഇൻ ലോക്കോമോട്ടീവ്സ്. ഷണ്ട് വൗണ്ട് നമുക്ക് കാണാം, വേരിയബിൾ റിയോസ്റ്റാറ്റ് വിത്ത് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് വിത്ത് പാരലാണ് നമുക്ക് മോട്ടറിന് കാണിച്ചിട്ടുള്ളത്. അതിന് ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. A shunt wound motor is one which the field winding is connected parallel with the armature ആണ്, and the current supplied to the motor is divided into 2 parts ആണ്. So one through the shunt field winding and the second through the armature ആണ് കാണിച്ചിട്ടുള്ളത്. അതുമാതിരി കോമ്പൗണ്ട് വൗണ്ട് അത് നിങ്ങളിത് കാണാം, നിങ്ങൾക്ക് നോക്കാം. ഷണ്ട് ഫീൽഡും അതേമാതിരി തന്നെ സീരീസ് ഫീൽഡിൻ്റെ ഇടയ്ക്കാണ് മോട്ടോർ കണക്ഷൻസ് ഉള്ളത്. അത് നിങ്ങൾ ലോങ് ഷണ്ടും ഷോർട്ട് ഷണ്ടും ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിന് വേരിയസ് പ്രോബ്ലംസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ ഗോ ത്രൂ ചെയ്യാം. അതുമാതിരി ഇൻഡ്യൂസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇക്വേഷൻ ഓഫ് DC മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഇത്, നമുക്കിവിടെ ഡിറൈവ് ചെയ്ത് കിട്ടുന്നുണ്ട്. അതിൻ്റെ നമുക്ക് ബേസ് ചെയ്തിട്ടുള്ള 2 പ്രോബ്ലംസ് ഇവിടെ ഉണ്ട്. പിന്നെ ആർമേച്ചർ റിയാക്ഷൻ. ഹലോ, നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് പറയാൻ പോകുന്ന ആർമേച്ചർ റിയാക്ഷൻ ആണ്. ആർമേച്ചർ റിയാക്ഷൻ DC മെഷീൻ നമുക്ക് ഡിഫൈൻ എങ്ങനെ ചെയ്യാൻ പറ്റിച്ചാൽ, ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഇഫക്റ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ബൈ ആർമേച്ചർ കറന്റ് ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ മെയിൻ ഫീൽഡ് ഫ്ലക്സ് വെൻ ദ മെഷീൻ ഈസ് ലോഡഡ്. എന്താ മനസ്സിലായോ? അതായത് ഇഫക്റ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ബൈ ദ ആർമേച്ചർ കറന്റ്. ആർമേച്ചർ കറണ്ട് അവിടെ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും കറണ്ട് ഫ്ലോ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യും. സോ അതെന്താ പറയണത്, ദാറ്റ് ഈസ് ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെയിൻ ഫീൽഡ് ഫ്ലക്സ് വെൻ ദ മെഷീൻ ഈസ്. അപ്പോൾ മെഷീൻ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അതിൻ്റെ എഫക്റ്റിലൂടെ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ സെറ്റപ്പ് ചെയ്യപ്പെടുന്നതാണ് പറയുന്നത്. ഓക്കെ, ആർമേച്ചർ റിയാക്ഷൻ ഹാസ് 2 ബാഡ് എഫക്ട്സ് ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ മെയിൻ ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് പറയുന്നത്. ഒന്നാണ് ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റും, രണ്ടാമത് നമുക്ക് നോക്കാം ഡീമാഗ്നറ്റൈസസ് എന്ന് പറഞ്ഞാൽ വീക്കനിങ് ആണ്, ദാറ്റ് ഇസ് വീക്കൻസ് ദ മെയിൻ ഫീൽഡ് ഫ്ലക്സ് ആണ്. ഓക്കെ, സോ നമുക്ക് തീർച്ചയായിട്ടും നെറ്റ് പെർ ഫ്ലക്സ് എന്താണ്, നെറ്റ് ഫ്ലക്സ് പെർ പോൾസ് നമുക്ക് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ as the effect of magnetic field set up by armature current on the distribution of the main field flux when the machine is loaded. പിന്നെ പറഞ്ഞാൽ ആർമേച്ചർ റിയാക്ഷൻ ഹാസ് 2 ബാഡ് എഫക്ട്സ് ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ മെയിൻ മാഗ്നറ്റിക് ഫീൽഡ്. അതിലൊന്നാണ് ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ്. സോ ഇറ്റ് ഡീമാഗ്നറ്റൈസസ് അല്ലെങ്കിൽ വീക്കൻസ് ദ മെയിൻ ഫീൽഡ് ഫ്ലക്സ്. ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ് ദ നെറ്റ് ഫ്ലക്സ് പെർ പോൾ ഡിക്രീസസ്. അപ്പോൾ അതിന് ഇൻഡിക്കേഷൻസ് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്, ജനറേറ്ററും മോട്ടറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ രണ്ടാമത്താണ് ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ്. അപ്പോൾ ക്രോസ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ക്രോസ് മാഗ്നറ്റൈസസ് ഡിസ്റ്റോർട്ട്സ് ആണ്. So the distribution of the main field flux. So this leads to the load commutation process. The commutation process will take place with sparking. That is called as rotational fire എന്ന് പറയുന്നുണ്ട്. So the armature reaction strengthens the main field flux at one pole and weakens the other pole end. So methods of minimizing the armature reaction effect എന്താണ്, generally there are 4 possible types of methods ആണ്. ഒന്ന് reluctance pole tips, രണ്ടാമത്തെ during the design of machine, and interpoles, these are called commutating poles also, പിന്നെ compensating windings. High reluctance poles in the pole tips എന്ന് പറയുന്നത്, that is reluctant pole tips can be increased by increasing the length of the air gap, which can be accomplished by using the so called chambered pole tips. അതിൻ്റെ ഇതും കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇൻഡിക്കേഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇനി ഡ്യൂറിങ് ദ ഡിസൈൻ ഓഫ് ദ മെഷീൻ എന്താണ്, ഇറ്റ് കുഡ് സീൻ ദാറ്റ് ദ ഡിസൈൻ സ്റ്റേജ് ഓഫ് ദ ഫീൽഡ് MMF ഈസ് സഫിഷ്യൻ്റ്ലി സ്ട്രോങ് ദാൻ ദ കമ്പാരിസൺ വിത്ത് ആർമേച്ചർ MMF. അതിൻ്റെ ഇൻഡിക്കേഷൻസും നമുക്കവിടെ കാണിച്ചിട്ടുണ്ട്.
Interpoles എന്താണെന്ന് പഠിക്കണം. The effect of armature reaction in the interpolar zone, അതാണ് commutating zone, can be minimized by using interpoles which are placed exactly midway between the main poles. അപ്പോൾ interpoles പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, മെയിൻ പോൾസിന്റെ ഇടയ്ക്കാണ് നമ്മൾ interpoles സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തിനാണ് വെച്ചാൽ ദാറ്റ് ഈസ് മിനിമൈസ്ഡ് എന്നാണ്, അതായത് ഇന്റർപോളാർ സോൺസിലെ ആർമേച്ചർ റിയാക്ഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർപോൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റർപോൾസ് ആർ നാരോ പോൾസ് നോട്ട് ടു ഇഫക്ട് ദ മെയിൻ ഫീൽഡ് ഫ്ലക്സ്. സോ ഇതിൻ്റെ ഇടയ്ക്കാണ് വെച്ചിട്ടുള്ളത്, ഒരിക്കലും മെയിൻ ഫീൽഡ് ഫ്ലക്സിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. സോ വെരി നാരോ ആണ്. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ സാച്ചുറേഷൻ ഓഫ് ദ ഇന്റർപോൾസ് ദ എയർ ഗ്യാപ്പ് ഡിസ്റ്റൻസ് അണ്ടർ ദം ഈസ് മെയ്ഡ് ടു ബി ലാർജ്. ഓക്കെ, in order to achieve automatic regulation in the armature reaction in the interpolar region, the interpole windings must be connecting in series with the armature winding. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും, സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുമാതിരി കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്താണ്? ഇന്റർപോൾ വൈൻഡിങ് MMM is effective only in the commutating zone. In other words, that is the armature reaction effect in the interpolar zone overcome. എന്താ എൻ്റെ അർത്ഥം? This means the flux will be weakening still there എന്നാണ്. So to overcome the problem, compensating windings applied located in the slots in the pole faces. So to achieve automatic regulation, the loading conditions of compensating winding also connected in series with the armature winding. അപ്പോൾ ഇത് മക്കളൊന്ന് വായിച്ചു നോക്കുക. So you will be coming to know this. ഇനി commutation. So അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത് the main cause of sparking in DC machine is the self-induced EMF in the coil which undergoes in the process of current reversal ആണ്. ഓക്കെ, അപ്പോൾ കമ്മ്യൂട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്റർപോൾസിനെ പോലെ തന്നെ ഇതിന് രണ്ട് ഭാഗം നിങ്ങൾ നന്നായി പഠിക്കണം. ഇത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചെഴുതിയാൽ മതി. When conductors come under the influence of south pole, ശ്രദ്ധിക്കുക, when conductor comes under the influence of south pole from the influence of north pole, the direction of current flow in them is reversed. അതായത് സൗത്ത് നിന്ന് നോർത്തിലേക്ക്, നമ്മുടെ സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്ക് കണ്ടക്ടറിൽ കറണ്ട് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ കറണ്ട് ഫ്ലോ റിവേഴ്സ് ചെയ്യപ്പെടും. സോ റിവേഴ്സൽ ഓഫ് ദ കറണ്ട് ഇൻ ദ കോയിൽ വിൽ ടേക്സ് പ്ലേസ് വെൻ ദ ടു commutator segments towards the coil is connected is being short circuited by brush. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഓഫ് ബ്രഷ് ഉണ്ടാവും, റിവേഴ്സൽ ഓഫ് കറണ്ട് ഉണ്ടാവുന്ന സമയത്ത്, അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് പ്രോസസ് ഓഫ് റിവേഴ്സൽ കറണ്ട് ഇൻ ദ കോയിൽ ഈസ് നോൺ ആസ് കമ്മ്യൂട്ടേഷൻ. അപ്പോൾ റിവേഴ്സൽ ഓഫ് കറണ്ട് ഓൺ ദ കോയിലാണ് നമ്മൾ കമ്മ്യൂട്ടേഷൻ പറയുന്നത്. അതാണ് പറഞ്ഞിട്ടുള്ളത്, നേരത്തെ വായിച്ചു പറഞ്ഞിട്ടുള്ളത്. The main cause of sparking in DC machine is the self-induced EMF in the coil which undergoes in the process of current reversal. So study this, is very important. Now what are the various methods in improving the commutation ആണ്? അതിൽ ഒന്ന് റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷൻ ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷനിൽ പറയുന്നത് എന്താണ്? റീപ്ലേസിങ് ലോ റെസിസ്റ്റൻസ് കോപ്പർ ബ്രഷ് കമ്പാരാറ്റീവ്ലി വിത്ത് ഹൈ റെസിസ്റ്റൻസ് കാർബൺ ബ്രഷസ്. ഓക്കെ, ലോ റെസിസ്റ്റൻസ് കോപ്പർ ബ്രഷസിനെ വെച്ചുകൊണ്ട് അതിനെ മാറ്റിയിട്ട് ഹൈ റെസിസ്റ്റൻസ് കാർബൺ ബ്രഷസ് ആക്കി മാറ്റുക. സോ ദാറ്റ് ഈസ് ദ വൺ വേ ടു ഇംപ്രൂവ് ദ കമ്മ്യൂട്ടേഷൻ. രണ്ടാമത്തെ പറയുന്നത് EMF കമ്മ്യൂട്ടേഷൻ ആണ്. ദാറ്റ് ഈസ് റിവേഴ്സിങ് എഫക്റ്റ് ആണ്. സോ മോസ്റ്റ് എഫക്റ്റീവ് ബൈ ഇന്റർപോൾസ് ആണ്. ഓക്കെ, സോ കമ്മ്യൂട്ടേഷൻ. ഇനി DC മോട്ടോർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിൽ വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ടോർക്ക് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്, സ്പീഡ് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്, സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതെല്ലാം നിങ്ങൾ ലാബിൽ ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് കർവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ട്. നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ചെയ്യുന്നത്. സോ വേരിയസ് DC മോട്ടോർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോർക്ക് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്, സ്പീഡ് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്, സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. ഗോ ത്രൂ ദിസ്. സോ അതിൻ്റെ ഓരോന്നിനും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക് DC മോട്ടോ, അതിൽ മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് മാഗ്നറ്റൈസേഷൻ ഓഫ് കറണ്ട് ഇൻ ദ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മളവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ ടോർക്ക് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്, ദാറ്റ് ഈസ് മെക്കാനിക്കൽ പവർ, അതിൻ്റെ ഇക്വേഷൻസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുമാതിരി സ്പീഡ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. സോ അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. N is directly proportional, so back EMF and inversely proportional to phi. So EB can also be written as V minus IRA. So അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, V is equal to EB plus IARA ആണ്. V is equal to, that is വോൾട്ടേജ് എന്താണ്, ബാക്ക് EMF പ്ലസ് IARA ആണ്. സോ അതിന് EB നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ V minus IARA ആണ് അവിടെ എഴുതി കണ്ടിട്ടുള്ളത്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണത്. അതേമാതിരി സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DC ഷണ്ട് മോട്ടറിൻ്റെ നമുക്ക് ആവശ്യമുള്ള എക്സ്പ്രഷൻ ഓഫ് ദ സ്പീഡും കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഏറ്റവും കൂടുതൽ ആവശ്യം.
അത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതുമാതിരി ടോർക്ക് കറന്റ് ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് അതിൻ്റെ ഇക്വേഷനും ആസ് വെൽ ആസ് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് അവിടെ കാണിച്ചിട്ടുണ്ട്. സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ടു എലിമിനേറ്റ് ദ ആർമേച്ചർ റിയാക്ഷൻസും വിത്ത് ആർമേച്ചർ റിയാക്ഷൻ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമ്പൗണ്ട് വോൺ മോട്ടോഴ്സ്, അതിൽ കുമുലേറ്റീവ് കോമ്പൗണ്ട് വോൺ മോട്ടറും അതേപോലെ തന്നെ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് വോൺ മോട്ടറും നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ പഠിക്കുക. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് അത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നോക്കുക പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. അതൊക്കെ കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഇട്ടുണ്ട്. സോ താങ്ക് യു ഫോർ ദ കൈൻഡ് ആൻഡ് അറ്റൻഷൻ. ഓക്കെ, താങ്ക് യു. ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ ഡി സി മോട്ടോഴ്സുമായി അനുബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ്. നമുക്ക് നോക്കാം. ഡി സി മോട്ടോർ, ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പല സ്ലൈഡ്സിൽ നിങ്ങളിപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും. നമുക്കറിയാം മോട്ടോർ എന്താണ്, കൺവേർട്ടിങ് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൾ നമ്മൾ പറഞ്ഞു, വെൻ എവർ കറന്റ് കാരിങ് കണ്ടക്ടർ ഇസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണ് F=BIL എന്ന് പറഞ്ഞ ഫോമുല നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഡി സി ജനറേറ്ററും ഡി സി മോട്ടോഴ്സും രണ്ട് മെഷീൻസാണ് നമുക്കറിയാം. ഞാൻ പ്രിൻസിപ്പൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെയാണ് ആർമേച്ചർ വൈൻഡിങ് എക്സ്പീരിയൻസിങ് എ ഫോഴ്സ് വെൻ ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് റൊട്ടേറ്റിംഗ് എന്നാണ് പറയുന്നത്. അതുമാതിരി ഡി സി ഓട്ടോമാറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എക്സ്പീരിയൻസിങ് എ ഫോഴ്സ്. അതുമാതിരി കൺസ്ട്രക്ഷൻ ഓഫ് ഡി സി മോട്ടറാണ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ വരച്ച് പഠിക്കണം, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതിന് ഡിഫറെൻറ്റ് പാർട്സ് ആണ് കാണിച്ചിട്ടുണ്ട്. യോക്ക്, ആർമേച്ചർ, കമ്മ്യൂട്ടേറ്റർ, ബ്രഷസ്, ഗിയർ, അതുമാതിരി ഫീൽഡ് വൈൻഡിങ് പോൾസ് ആൻഡ് ബ്രഷസ്. യോക്ക് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ആണ്, മെക്കാനിക്കൽ സപ്പോർട്ടാണ്. അതേപോലെ തന്നെ പോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോൾസ് ഇൻ ഡി സി മോട്ടർ is an electromagnet ആണ്. ഫീൽഡ് വൈൻഡിങ് is wound over the poles ആണ്. പോൾസ് produces magnetic flux when the field winding is excited. ഫീൽഡ് വൈൻഡിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, whenever the coil wound around the pole are called field coils and they are connected in series with each other in the form of field winding എന്ന് പറഞ്ഞിട്ട്. when current passing through the field winding, magnetic flux produced in the air gap between the pole and the armature. ആർമേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിണ്ടറിക്കൽ ഡ്രം ആണ്. ഇറ്റ്സ് എ സിലിണ്ടറിക്കൽ ഡ്രം mounted on the shaft in which the number of slots are provided. Armature conductors are placed in these slots. Armature conductors are interconnected to form the armature windings. Commutator എന്ന് പറഞ്ഞാൽ it's also cylindrical drum mounted on the shaft along with the armature core എന്നാണ് പറഞ്ഞിരിക്കുന്നത്. It collects the current from the armature conductors and passes it through the external load via brushes ആണ്. അപ്പോൾ brushes എന്താണ്, it's a commutator is rotating ആണ്. So it is not possible to connect the load directly to it. അപ്പോൾ current is conducted from the armature to external load of the carbon brushes. So that helps against the surface of the commutator springs എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ വേറെ ഒന്ന് ബാക്ക് EMF. ബാക്ക് EMF ആണ് EB is equal to 5ZN P/60A. അപ്പോൾ ഈ ബാക്ക് EMF എന്താ പറയണത്, when the armature winding of a DC motor starts rotating in the magnetic flux produces by the field winding, it cuts the lines of the magnetic flux ആണ്. അപ്പോൾ Faraday's laws of electromagnetic inductionലൂടെ there will be an induced EMF in the armature winding. Now as per the Lenz's law, the induced EMF acts as the opposite direction of the applied voltage. Armature supply voltage ആണ്. So hence EMF is called the back EMF. എപ്പോഴും അത് ഓർത്തിരിക്കുക, induced EMF എന്തോ ആണ് എപ്പോഴും armature supply voltageന് opposite ആയിരിക്കും. So the EMF is called the back EMF and it is denoted by EB is equal to, as I said earlier, 5ZN P/60A. Now what is the significance of back EMF? The presence of back EMF makes the DC motor a self-regulating machine. That is, it makes the motor to draw as much armature current as is just sufficient to develop the torque required by the load. That's a very important point. You got to study this. എന്താ പറയണത്, ബാക്ക് EMF ഉണ്ടാവുന്ന സമയത്ത്, that is the presence of back EMF makes a DC motor a self-regulating machine. അപ്പോൾ ബാക്ക് EMF ഉണ്ടാവുന്ന സമയത്ത് DC motor എന്താണ്, സെൽഫായിട്ട് റെഗുലേറ്റിംഗ് മെഷീനായി മാറും. അതിൻ്റെ അർത്ഥം എന്താണ്, ഇറ്റ് മേക്സ് ദ മോട്ടർ ടു ഡ്രോ ആസ് മച്ച് ആർമേച്ചർ കറണ്ട് ആസ് ഇൻ ജസ്റ്റ് സഫിഷ്യൻറ്റ് ടു ഡെവലപ്പ് ദ ടോർക്ക്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, ബാക്ക് EMF ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡി സി മോട്ടോർ സെൽഫ് റെഗുലേറ്റിംഗ് മെഷീനായി മാറും. അതിലൂടെ എന്താണ്, മോട്ടർ എത്രയാണോ കറണ്ട് ആർമേച്ചർ കറണ്ട് വലിച്ചെടുക്കാൻ പറ്റുമോ അത്രയും വലിച്ചെടുക്കും ഇൻ ഓർഡർ ടു ഡെവലപ്പ് ദ ടോർക്ക് എന്നാണ്. ആ ലോഡിന് വേണ്ടിയിട്ടുള്ള ടോർക്ക് എത്ര ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അത് വലിച്ചെടുക്കും എന്നാണ് പറയണത്. ഓക്കെ, now when the motor is running in no load,
When the motor is running on no load ആവുന്ന സമയത്ത് എന്താണ്, small torque is required to overcome the friction and windage losses. Therefore, the armature current IA is small and the back EMF is nearly equal to the applied voltage എന്നാണ് പറയുന്നത്. എന്താ പറയണത്, മോട്ടോർ എപ്പോഴും നോ ലോഡിൽ ഓടുകയാണെങ്കിൽ വളരെ കുറച്ച് അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു ടോർക്കാണ് ആവശ്യമുള്ളത്. എന്തിന്, ഫ്രിക്ഷൻസിനും വിൻഡേജ് ലോസസിനും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആർമേച്ചർ കറണ്ട് എന്താണ്, എപ്പോഴും ചെറുതായിരിക്കും. അപ്പോൾ ബാക്ക് എം എഫ് ഏതാണ്ട് അപ്ലൈഡ് വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്, മോട്ടോർ സഡൻലി ലോഡ് ചെയ്തെന്ന് വെച്ചോളൂ. അപ്പോൾ ഫസ്റ്റ് എഫക്റ്റ് ഈസ് ടു കോസ് ആർമേച്ചർ ടു സ്ലോ ഡൗൺ. അപ്പോൾ മോട്ടറിന് സഡൻ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ എഫക്റ്റ് എന്താണ്, ആർമേച്ചറിനെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണമാണ് നോക്കുക. Therefore, the speed at which the armature conductors move through the field is reduced and hence the back EMF EB falls എന്നാണ്. അപ്പോൾ എന്താ പറയുക, മോട്ടർ സഡൻലി ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്തെങ്കിലും ആദ്യത്തെ എഫക്റ്റ് എന്താണ്, ടു കോസ് ആർമേച്ചർ ടു സ്ലോ ഡൗൺ. ആർമേച്ചർ സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് എന്താണ്, ആർമേച്ചർ കണ്ടക്ടറിൻ്റെ അതാണ് ദ സ്പീഡ് അറ്റ് വിച്ച് ദ ആർമേച്ചർ കണ്ടക്ടേഴ്സ് മൂവ്. ഏത് സ്പീഡിലാണോ മൂവ് ചെയ്യണത് ആ ഫീൽഡ് റെഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ ബാക്ക് എം എഫ് കുറയും. അപ്പോൾ അതെന്താണ്, ഫാൾ ബാക്ക് ചെയ്യുന്നതാണ് പറയണത്. അപ്പോൾ ഡിക്രീസ്ഡ് ബാക്ക് എം എഫ് അലൗസ് എ ലാർജർ കറന്റ് ടു ഫ്ലോ ത്രൂ ദ ആർമേച്ചർ ആൻഡ് ദ ലാർജർ കറന്റ് മീൻസ് ഇൻക്രീസ്ഡ് ഡ്രൈവിംഗ് ടോർക്ക്. അപ്പോൾ ഇ എം എഫ് കുറഞ്ഞ് എന്താ സംഭവിക്കുന്നത്, ആർമേച്ചറിലൂടെ വലിയ കറണ്ട് ഫ്ലോ ചെയ്യും. ആ വലിയ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഡ്രൈവിംഗ് ടോർക്ക് കൂടും. അപ്പോൾ ഡ്രൈവിംഗ് ടോർക്ക് കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കണത്, മോട്ടോർ സ്ലോ ഡൗൺ ചെയ്യും. സോ ദ മോട്ടോർ വിൽ സ്റ്റോപ്പ് slowing down when the armature current is just sufficient to produce the increased torque required by the load. എന്താ സംഭവിക്കുന്നത്, ഇപ്പോൾ സഡൻലി ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മോട്ടറിനെ സഡൻലി ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ എഫക്റ്റ് എന്താണ്, ടു കോസ് ദ ആർമേച്ചർ ടു സ്ലോ ഡൗൺ ആണ്. ആർമേച്ചർ സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ സ്പീഡ് ദ ആർമേച്ചർ കണ്ടക്ടേഴ്സ് എന്താണ്, അത് ഫീൽഡിന് റെഡ്യൂസ് ചെയ്യും. അതിലൂടെ എന്താണ്, ഇ എം എഫ് ദാറ്റ് ഇസ് ബാക്ക് ഇ എം എഫ് ഫാൾ ചെയ്യും. അപ്പോൾ ഈ ബാക്ക് ഇ എം എഫ് ഫാൾ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, ബാക്ക് ഇ എം എഫ് കുറയും. ആ ബാക്ക് ഇ എം എഫ് കുറയുന്ന സമയത്ത് എന്താണ്, ഹെവി കറണ്ട് ദാറ്റ് ഇസ് വെരി ലാർജ് കറണ്ട് എന്താണ് ആർമേച്ചറിലൂടെ ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ ലാർജർ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത്, ആർമേച്ചറിലൂടെ ലാർജർ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്ക് ലാർജർ കറണ്ട് മീൻസ് എന്താണ്, ലാർജർ ടോർക്ക്, ഡ്രൈവിംഗ് ടോർക്ക് വളരെ കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഡ്രൈവിംഗ് ടോർക്ക് കൂടി കഴിഞ്ഞാൽ മോട്ടോർ എന്തായിരിക്കും, സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ മോട്ടോർ വിൽ സ്റ്റോപ്പ് slowing down when the armature current is just sufficient to produce the increased torque required by the load. അത് സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കും, മോട്ടോർ പതുക്കെ സ്റ്റോപ്പ് ആവും. ഓക്കെ, എങ്ങനെ, സ്ലോയിങ് ഡൗൺ. അപ്പോൾ ആർമേച്ചർ കറണ്ട് ഈസ് ജസ്റ്റ് സഫിഷ്യൻറ്റ് ടു പ്രൊഡ്യൂസ്, എത്രയാണോ ആവശ്യം ആ പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടെ സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ ഇൻക്രീസ് ടോർക്ക് റിക്വയർഡ് ബൈ ദ ലോഡ്. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്, ഇഫ് ദ ലോഡ് ഓൺ ദ മോട്ടർ ഇസ് ഇൻക്രീസ്ഡ്. അപ്പോൾ മോട്ടറിന്റെ മുകളിലത്തെ ലോഡ് കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഡ്രൈവിംഗ് ടോർക്ക് ഇസ് മൊമെന്ററിലി ഇൻ എക്സസ് ഓഫ് ദ റിക്വയർമെന്റ് സോ ദാറ്റ് ദ ആർമേച്ചർ ഈസ് ആക്സിലറേറ്റഡ് എന്നാണ്. അപ്പോൾ എന്താണ്, ഇഫ് ദ ലോഡ് ഓൺ ദ മോട്ടർ ഇസ് ഡിക്രീസ്, ഡ്രൈവിംഗ് ടോർക്ക് ഇസ് മൊമെന്ററിലി ഇൻ എക്സസ് ഓഫ് ദ റിക്വയർമെന്റ് ഓഫ് ദാറ്റ് ആർമേച്ചർ ഈസ് ആക്സിലറേറ്റഡ്. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവും. സോ ആർമേച്ചർ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ബാക്ക് എം എഫ് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ദാറ്റ് കോസസ് ആർമേച്ചർ കറന്റ് ടു ഡിക്രീസ്. എന്താ പറഞ്ഞാൽ, ആർമേച്ചർ സ്പീഡ് കൂടുന്നതനുസരിച്ചിട്ട് ബാക്ക് ഇ എം എഫ് കൂടും. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ആർമേച്ചർ കറണ്ട് കുറയും. അപ്പോൾ മോട്ടോർ വിൽ സ്റ്റോപ്പ് ആക്സിലറേറ്റിംഗ് when the armature current is just sufficient to produce a reduced torque required by the load. So it follows therefore the back EMF in the DC motor regulates the flow of armature current. അപ്പോൾ വീണ്ടും ബാക്ക് ഇ എം എഫ് ആ മോട്ടറിൽ റെഗുലേറ്റ് ചെയ്യുക ആർമേച്ചർ ആസ് എ ഫ്ലോ ആർമേച്ചർ കറന്റ്. സോ ഓട്ടോമാറ്റിക്കലി ചേഞ്ചസ് ആർമേച്ചർ കറന്റ് ടു മീറ്റ് ദ ലോഡ് റിക്വയർമെന്റ്. ഓക്കെ, ഇനി വോൾട്ടേജ് ഇക്വേഷൻ ഓഫ് ഡി സി മെഷീൻ ആണ്. ഒരു ഈക്വലന്റ് സർക്യൂട്ട് ഓഫ് ഡി സി മോട്ടർ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്, വരച്ച് പഠിക്കുക. ആ ഇക്വേഷൻ നിന്ന് ദാറ്റ് ഈസ് ഫിഗർ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, ആർമേച്ചർ സപ്ലൈ വോൾട്ടേജ് വി ഹാസ് ടു ഓവർകം ദ ഓപ്പോസിഷൻ ഒപ്പോസ്ഡ് അല്ലെങ്കിൽ പോസ്ഡ് ബൈ ദ opposition posed by the back EMF EB and some other voltage drop such as the brush drop and the voltage drop across RA. അപ്പോൾ ആദ്യത്തെ കേസാണ് ആർമേച്ചർ സപ്ലൈ എപ്പോഴും ദാറ്റ് ഈസ് അപ്ലൈഡ് വോൾട്ടേജിനെ കാട്ടി, ഐ റിപ്പീറ്റ്, ഫിഗറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണ്, ഫിഗറിൽ കാണിച്ചിരിക്കുന്ന എന്താണ്, ആർമേച്ചർ സപ്ലൈ വോൾട്ടേജ് ഹാസ് ടു ഓവർകം ദ ഒപ്പോസിഷൻ പോസ്ഡ് ബൈ ദ ബാക്ക് EMF EB. നമ്മൾ കൊടുക്കുന്ന ടെർമിനൽ വോൾട്ടേജ് അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജ് എന്താണ്, എപ്പോഴും ബാക്ക് EMF അവിടെ ഓപ്പോസ് ചെയ്യും, അതിനെ ഓവർകം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്, സം അതർ വോൾട്ടേജ് ഡ്രോപ്പ് സച്ച് ആസ് ബ്രഷ് ഡ്രോപ്പ് എന്ന വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RA ഉണ്ടാവും.
അപ്പോൾ അങ്ങനെ ഇക്വേഷൻ എഴുതാം, വി ഈസ് ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ പ്ലസ് വി ബി. അതേപോലെ തന്നെ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ബ്രഷസ് നെഗ്ലിജിബിൾ ആണ്, അപ്പോൾ നമുക്ക് എന്താണ് വി ബി കളയാം. സോ വി ഈസ് ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ ആർ എ. ഇനി ടൈപ്സ് ഓഫ് മോട്ടോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പല സ്ലൈഡ്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇസ് ഡി സി സീരീസ് മോട്ടോർ, ഷണ്ട് മോട്ടോഴ്സ്, കോമ്പൗണ്ട് മോട്ടോഴ്സ് ക്യാൻ ഓൾസോ ബി divided into two, that is shunt, short shunt compound and long shunt compound, and separately excited എന്നാണ് ലാസ്റ്റ് വൺ. ഇനി ഡി സി ഷണ്ട് മോട്ടോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഫീൽഡ് ആൻഡ് ആർമേച്ചർ വൈൻഡിങ്സ് കണക്റ്റഡ് ഇൻ പാരലൽ ആണ്. സോ കോമ്പിനേഷൻ ഇസ് കണക്റ്റഡ് അക്രോസ് കോമൺ ഡി സി സപ്ലൈ ആണ്. അവിടെ ഷണ്ട്, ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ഓഫ് ദ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഈസ് ഓൾവേസ് ഹയർ ദാൻ ദ ആർമേച്ചർ വൈൻഡിങ് ആണ്. സോ അത് കാരണം കൊണ്ട് എന്താണ്, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ് ഇസ് മോർ ദാൻ ദ ആർമേച്ചർ വൈൻഡിങ്. അപ്പോൾ ഷണ്ട് ഫീൽഡ് എന്തായിരിക്കും, ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വിയും അതേമാതിരി തന്നെ ഷണ്ട് റെസിസ്റ്റൻസും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഫ്ലക്സ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ആണ് ഫ്ലക്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഷണ്ട് കറന്റ് പറയുന്നത്. സോ ദിസ് ഈസ് വൈ ദ ഷണ്ട് മോട്ടോർ ഇസ് കോൾഡ് ആസ് കോൺസ്റ്റന്റ് ഫ്ലക്സ് മോട്ടോഴ്സ്. അപ്പോൾ ഷണ്ട് മോട്ടോഴ്സിനെ കോൺസ്റ്റന്റ് ഫ്ലക്സ് മോട്ടോഴ്സും വിളിക്കും. അതിൻ്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രാമാണ് ഷണ്ട് മോട്ടറിന് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഡി സി സീരീസ് മോട്ടറിൽ എന്താണ്, ആർമേച്ചർ ആൻഡ് ദ ഫീൽഡ് വൈൻഡിങ്സ് കണക്റ്റഡ് ഇൻ സീരീസ് ആണ് ടു ഈച്ച് അതർ. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ദ സീരീസ് ഫീൽഡ് വൈൻഡിങ് is smaller than compared to the armature resistance. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് എന്തുണ്ടാവണം, ഫ്ലക്സ് പ്രൊഡ്യൂസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഫീൽഡ് കറണ്ട് ആയിരിക്കും. അപ്പോൾ ഐ ഫ്ലക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ, ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു സീരീസ് കറണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈക്വലൻ സർക്യൂട്ട് അല്ലെങ്കിൽ സ്കിമാറ്റിക് ഡയഗ്രം നമ്മളവിടെ കാണിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ ആർമേച്ചർ കറണ്ട് ഐ എ ആൻഡ് ഹെൻസ് ഫീൽഡ് കറണ്ട് വിൽ ബി ഡിപ്പെൻഡ് ഓൺ ദ ലോഡ്, ഹെൻസ് ഡി സി മോട്ടോർ ദ ഫ്ലക്സ് ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റന്റ്. അപ്പോൾ ഡി സി കോമ്പൗണ്ട് നമ്മൾ ലോങ് ഷണ്ട് മോട്ടോഴ്സും ഷോർട്ട് ഷണ്ട് മോട്ടോഴ്സും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ടോർക്ക് ആൻഡ് സ്പീഡ് ഇക്വേഷൻസ് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ടോർക്ക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടോർക്ക് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആൻഡ് ആർമേച്ചർ കറണ്ട് ആണ്. സോ ഫ്ലക്സ് ഈസ് ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫീൽഡ് കറണ്ട് ആണ്. സോ ടോർക്ക് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറണ്ട് ഫീൽഡ് കറണ്ട്. ഓക്കെ, പിന്നെ ടോർക്ക് ഇക്വേഷൻ ഓഫ് ഡി സി മോട്ടോഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഇസ് വി ബൈ ആർ എസ് വെച്ചിട്ടാണ് ഫീൽഡ് കറണ്ട് പറഞ്ഞിരിക്കുന്നത്. സോ ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറണ്ട്. ഹെൻസ് ഡി സി ഷണ്ട് മോട്ടോർ ടോർക്ക് ഈസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറണ്ട് ആണ്. അതുമാതിരി ടോർക്ക് ഇക്വേഷൻ ഓഫ് ഡി സി സീരീസ് മോട്ടറിൽ നിന്ന് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ക്വയർ ഓഫ് ദ ആർമേച്ചർ കറണ്ട് ആണ്. സ്പീഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് n is directly proportional to v minus i r a by i ഫീൽഡും എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഓരോ ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ബാക്ക് EMFന്റെ ഫോമിൽ നമുക്കറിയാം EB is equal to n5z by 60a. അതുമാതിരി സ്പീഡ് is expressed as n is directly proportional to EB and inversely proportional to flux. So n is equal to k പറഞ്ഞു. So voltage equation v is equal to EB plus i r a. അതിന് ബാക്ക് EMF EB is equal to v minus i r a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇക്വേഷൻസ് കിട്ടിയിരിക്കും. അതുമാതിരി ഡി സി ഷണ്ട് മോട്ടോറിൽ നമുക്ക് കാണിച്ചിരിക്കുന്നത് that is n is directly proportional to v minus i r a. അതുമാതിരി ഡി സി സീരീസ് മോട്ടോഴ്സിൽ നമുക്ക് ഫീൽഡ് കറണ്ട് വുഡ് ബി ഈക്വൽ ടു ആർമേച്ചർ കറണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ബാക്ക് EMFന്റെ ഇക്വേഷൻ എന്തായി മാറും, v minus i r a minus is r s. ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് അതിൽ ഡി സി ഷണ്ട് മോട്ടോർ നമുക്ക് ഫിഗറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അറ്റ് നോ ലോഡ് എന്താണ്, ടോർക്ക് പ്രൊഡ്യൂസ് ബൈ ദ മോട്ടർ ഇസ് TAO and the motor rotates and the no load is NO കാണിച്ചിട്ടുണ്ട്, and not. So the load increases, the torque requirement also increases. To generate the required amount of the torque, the motor has to draw more armature current ആണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ more the armature current is drawn from the speed will be decreasing. അപ്പോൾ ലോഡ് ഇൻക്രീസ് ചെയ്യും, ടോർക്ക് ഓൾസോ ഇൻക്രീസ് ചെയ്യും, അപ്പോൾ സ്പീഡ് ഡിക്രീസ് ചെയ്യും. So the reduction in the speed is not significant as the load is increased from no load to full load. So practically DC shunt motor is called as constant speed motor. അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഈ കാണിച്ചിരുന്ന സീരീസ് മോട്ടറിൻ്റെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺവേഴ്സും ഹോയിസ്റ്റും ഇലക്ട്രിക് ട്രെയിൻസും ട്രോളി കാർസും ട്രോളി ബസ്സസും ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കുമുലേറ്റീവിൻ്റെ റോളിംഗ് പഞ്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് ഡീസൽ മോട്ടോഴ്സ് നമുക്ക് വേരിയസ് യൂസസ് ആണ്. ബ്ലോർ ഫാൻസ്, സെൻട്രിഫ്യൂഗൽ പമ്പ്സും അതേമാതിരി തന്നെ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സിൽ, പേപ്പർ മെഷീൻസ്, പ്രിൻറ്റിംഗ് മെഷീൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സീരീസ് മോട്ടോഴ്സിന് അതേമാതിരി തന്നെ ഹോയിസ്റ്റ് ക്രെയിൻ, ഇലക്ട്രിക് ട്രെയിൻസ്, കൺവേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കുമുലേറ്റീവ് നമ്മൾ നേരത്തെ കാണിച്ചു. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ ലിസണിങ്. ഡിയർ സ്റ്റുഡൻസ്, ഈ സ്ലൈഡ്സിലൂടെ മാക്സിമം കുറച്ച് കവർ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇതെല്ലാം പഠിക്കേണ്ടതാണ്, എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആണ്.
എന്നൊരു വിശ്വാസത്തിലൂടെ നമ്മൾ ചെയ്യുകയാണ് അതൊക്കെ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് DC മോട്ടോഴ്സ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് DC മോട്ടോഴ്സിൽ ഇവിടെ ഒന്ന് പറയുന്നത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആൻഡ് ഷണ്ട് മോട്ടോഴ്സ്, സീരീസ് മോട്ടോഴ്സ്, കോമ്പൗണ്ട് മോട്ടോഴ്സ്. അപ്പോൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് അല്ലെങ്കിൽ ഷണ്ട് മോട്ടോഴ്സ് എന്ന് പറയണമെങ്കിൽ ഫീൽഡ് ആൻഡ് ആർമേച്ചർ വൈൻഡിങ്സ് either കണക്റ്റഡ് സെപ്പറേറ്റ്ലി ആണ് ഓർ ഇൻ പാരലൽ കണ്ടീഷനിലായിരിക്കാം. സീരീസ് ആവുന്ന സമയത്ത് ഫീൽഡും ആർമേച്ചർ വൈൻഡിങ്സും സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. കോമ്പൗണ്ടിൽ എന്താണെന്ന് വെച്ചാൽ ബോത്ത് ഷണ്ട് ആൻഡ് സീരീസ് ഫീൽഡ് എന്താണ്, ദർ കമ്പൈൻഡ് ഫീച്ചേഴ്സ് ഓഫ് സീരീസ് ആൻഡ് ഷണ്ട് മോട്ടോഴ്സ് ആണ്. അതാണ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഞാനിവിടെ പവർ ഫ്ലോ ഓഫ് ലോസസ് ആൻഡ് DC മോട്ടോഴ്സ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പവർ ഫ്ലോ പഠിക്കണം. അതായത് VIL ഇൻപുട്ട് കാണിച്ചിട്ടുണ്ട്, പവർ ഇൻപുട്ട് ആൻഡ് പവർ ഔട്ട്പുട്ട് കാണിച്ചിട്ടുണ്ട്. ആ പവർ ഇൻപുട്ടിൽ നമുക്ക് പവർ ഡെവലപ്ഡ് EIA കാണിച്ചിട്ടുണ്ട്. അതേമാതിരി I²R ലോസസ്, കോപ്പർ ലോസസ്, കോർ ലോസസ്, അതുമാതിരി മെക്കാനിക്കൽ ലോസസ്, സ്ട്രേ ലോസസ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. IL ലൈൻ കറണ്ടും VI നമ്മുടെ ടെർമിനൽ വോൾട്ടേജുമാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി കമ്പാരിസൺ ഓഫ് DC മോട്ടോഴ്സിൽ നമുക്ക് പറഞ്ഞാൽ ഷണ്ട് മോട്ടോഴ്സ് ആണ്. ഷണ്ട് മോട്ടോർ എപ്പോഴും കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ്. ഓക്കെ, അതിന് കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടോഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്പീഡ് റെഗുലേഷൻ ഇസ് വെരി ഗുഡ് ആണ് അതിൻ്റെ. പിന്നെ അഡ്ജസ്റ്റബിൾ സ്പീഡാണ്, മീഡിയം സ്റ്റാർട്ടിംഗ് ടോർക്കാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പ്സും മെഷീൻ ടൂൾസും ബ്ലോർ ഫാൻസും അതേമാതിരി റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സീരീസ് മോട്ടോഴ്സ് നമുക്ക് പറയുന്നത് വേരിയബിൾ സ്പീഡ് മോട്ടോഴ്സ് ആണ്. അത് നമുക്ക് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ പ്രത്യേകത ഇതിൻ്റെ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിലാണ്. ഇപ്പോൾ ഇലക്ട്രിക് കാർസ് എഴുതിയിട്ടുണ്ട്, എലിവേറ്റേഴ്സ്, കൺവേയേഴ്സ്, അതുമാതിരി ഇലക്ട്രിക് ട്രെയിൻസ്, ഹോയിസ്റ്റിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. കോമ്പൗണ്ട് മോട്ടോർ എന്ന് പറഞ്ഞാൽ വേരിയബിൾ സ്പീഡ് മോട്ടോഴ്സ് ആണ്. ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് തന്നെയാണ്, നോ ലോഡ് സ്പീഡിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ സീരീസ് മോട്ടോഴ്സിൽ പോലെ. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന റോളിംഗ് മിൽസും സഡൻ ടെമ്പററി ലോഡ്സും ഹെവി മെഷീൻ ടൂൾസും പഞ്ചസ് ഒക്കെ അതിലൊക്കെയാണ് നമ്മൾ ഈ കോമ്പൗണ്ട് മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഓഫ് DC ജനറേറ്റേഴ്സ് പറയുന്നുണ്ട്. അതിൽ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ ആണ് ആദ്യം പറയുന്നത്. സോ ജനറേറ്റേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് ഇൻ ലാബോറട്ടറീസ് ഫോർ എക്സ്പെരിമെന്റ്സ് ആൻഡ് ടെസ്റ്റിംഗ് പർപ്പസസ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ദേ ആർ ഓൾസോ യൂസ്ഡ് ഇൻ സോഴ്സ് ഓഫ് DC പവർ ഫോർ സപ്ലൈങ് DC മോട്ടോഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുമാതിരി സീരീസ് മോട്ടോഴ്സിന് നമുക്ക് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇത് മെയിനായിട്ട് ലോക്കോമോട്ടീവ്സ് ഓഫ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഫോർ സപ്ലൈ ഫീൽഡ് എക്സൈറ്റേഷൻ കറണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ജനറേറ്റേഴ്സ് ആർ ഓൾസോ യൂസ് ഫോർ ബൂസ്റ്റേഴ്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിഫറൻഷ്യലി കോമ്പൗണ്ട് സീരീസ് ജനറേറ്റേഴ്സ് നമ്മൾ എന്താണ് ആർക്ക് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓവർ കോമ്പൗണ്ടഡ് കൊമുലേറ്റീവ് സീരീസ് ജനറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈറ്റിംഗ് ആൻഡ് ഹെവി പവർ സപ്ലൈസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലാറ്റ് കോമ്പൗണ്ടഡ് സീരീസ് ജനറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് സപ്ലൈ പവർ ഓഫീസസും ഹൗസസും അതേമാതിരി തന്നെ കമേഴ്ഷ്യൽ ബിൽഡിങ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഷണ്ട് മോട്ടോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻലി യൂസ് ഇൻ ലൈറ്റിംഗ് പർപ്പസ് ആണ്. പിന്നെ ചാർജിങ് ബാറ്ററീസ് ആണ്. അതുമാതിരി സപ്ലൈങ് ഫീൽഡ് എക്സൈറ്റേഷൻ കറണ്ട് ടു ഓൾട്ടർനേറ്റീവ്സ് ആണ് നമ്മൾ DC ഷണ്ട് മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നത്. അതുമാതിരി DC മോട്ടോഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ സീരീസ് DC മോട്ടോഴ്സിൽ പറഞ്ഞിട്ട് എന്താണ്, ഹോയിസ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്, ക്രെയിൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതേമാതിരി തന്നെ ഇലക്ട്രിക് ട്രാക്ഷന് വേണ്ടിയിട്ട് കംപ്രസേഴ്സ്, എയർ കംപ്രസേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, വാക്യൂം ക്ലീനറിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സീരീസ് മോട്ടോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനൊക്കെ എന്താ കാരണം, ഇതിനൊക്കെ വെരി ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കാണ് ആവശ്യമുള്ളത്. അപ്പോൾ അത് കാരണം അതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് സ്വിംഗ് മെഷീൻസ് അടക്കം നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. DC ഷണ്ട് മോട്ടോർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടോഴ്സ് ആണ് പറഞ്ഞു. അപ്പോൾ അതേ മോട്ടോഴ്സ് എന്താണ് ലേത്ത് മെഷീൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, സെൻട്രിഫ്യൂഗൽ പമ്പ്സ് ബ്ലോസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതുമാതിരി കൺവേഴ്സ് സ്പിന്നിങ് മെഷീൻസും അവിടെ അതുമാതിരി ലിഫ്റ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കോമ്പൗണ്ട് മോട്ടോഴ്സ് നമ്മൾ പ്രിന്റിംഗ് പ്രസ്സസ്, ഷിയേഴ്സ്, അതേമാതിരി തന്നെ എലിവേറ്റേഴ്സ് ആൻഡ് ലിഫ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. കോമ്പൗണ്ട് DC മോട്ടോഴ്സ് നമ്മൾ റോളിംഗ് മിൽസിലും ഹെവി പ്ലാനേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കാണ്. പിന്നെ അതിൻ്റെ പുറമെ കോൺസ്റ്റന്റ് സ്പീഡാണ്. പിന്നെ ഇതിന് ഞാൻ വീണ്ടും DC മോട്ടോഴ്സിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അത് സെൻട്രിഫ്യൂഗൽ ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സ്, ലേത്ത് മെഷീൻസ്, ഡ്രില്ലിംഗ് മെഷീൻസ്, ബ്ലോവേഴ്സ് ആൻഡ് ഫാൻസ്, മില്ലിംഗ് മെഷീൻസ്, മെഷീൻ ടൂൾസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് പാരലൽ ഓപ്പറേഷൻ ഓഫ് DC ജനറേറ്റേഴ്സ്? പാരലൽ ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്, ഒന്ന് സർവീസ് കണ്ടിന്യൂഷന് വേണ്ടിയിട്ട് ആണ്, കണ്ടിന്യൂറ്റി ഓഫ് സർവീസ്, എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട്, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയറിന് വേണ്ടിയിട്ട്, ഇൻക്രീസിങ് പ്ലാൻ കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട്, പിന്നെ നോൺ അവൈലബിലിറ്റി ഓഫ് സിംഗിൾ ലാർജ് യൂണിറ്റ്. ഇതിനൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതാവുന്നേ ഉള്ളൂ. ഇത് പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അതുമാതിരി ഈക്വലൈസർ റിങ്സ് നമ്മൾ DC ജനറേറ്റർ എന്താണ് വിത്ത് ലാബ് ഫൈൻഡിങ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്, നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ, ഹാർമോണിക്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് കറണ്ട് ആൻഡ് ബ്രഷ്
നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് DC മോട്ടോഴ്സ് എന്ന് പറയുന്നുണ്ട്. സോ ദീസ് ആർ ഓൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ വേ ഓഫ് കണക്ടിങ് വിത്ത് ആർമേച്ചർ ആൻഡ് ഫീൽഡ് വൈൻഡിങ്സ് ഓഫ് DC മോട്ടോഴ്സ് ആണ്. അപ്പോൾ DC മോട്ടോഴ്സ് നമ്മൾ ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ടൈപ്സ് പറഞ്ഞാൽ എന്താണ്, DC സീരീസ് മോട്ടറുണ്ട്, ഷണ്ട് മോട്ടറുണ്ട്. കോമ്പൗണ്ട് മോട്ടർ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടാണ്, ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ടും ലോങ് ഷണ്ട് കോമ്പൗണ്ട്, പിന്നെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടോറാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് DC മോട്ടോർ? ഇത് DC ജനറേറ്ററിന് സിമിലർ ആണ്. അതിൻ്റെ പുറമെ DC മെഷീൻ ഇത് ഓപ്പറേറ്റ് ചെയ്യുക ജനറേറ്റർ ആസ് വെൽ ആസ് മോട്ടറായിട്ട് ജനറേറ്റ് ചെയ്യുക. മെഷീൻ ഓപ്പറേറ്റ്സ് ആസ് എ മോട്ടർ ആവുന്ന സമയത്ത് ഇൻപുട്ട് ഓഫ് ദ മെഷീൻ ഇസ് ഇലക്ട്രിക് പവർ, ഔട്ട്പുട്ട് മെക്കാനിക്കൽ പവർ ആയിരിക്കാം. പിന്നെ അതേമാതിരി DC മെഷീൻസ് യൂസ്ഡ് ആസ് എ മോട്ടർ എന്നാണ് പറയുന്നത്. DC മോട്ടർ പ്രൊവൈഡ്സ് വൈഡ് റേഞ്ച് ഓഫ് ആക്യുറേറ്റ് സ്പീഡ് ആൻഡ് ടോർക്ക് കൺട്രോൾ ആണ്. പ്രിൻസിപ്പൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, whenever the current carrying conductor is placed in a magnetic field it experiences a force, that is F is equal to BIL. അപ്പോൾ ജനറേറ്റർ മോട്ടറിന്റെ ഒരു ലൈൻ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. അതുമാതിരി പ്രിൻസിപ്പൽ നമ്മൾ പറഞ്ഞു, whenever a current carrying conductor is placed in a magnetic field experiences a force ആണ് പ്രിൻസിപ്പൽ ഓഫ് DC മോട്ടർ. ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ DC ഷണ്ട് മോട്ടർ ഉണ്ട്, DC സീരീസ് മോട്ടർ ഉണ്ട്, DC കോമ്പൗണ്ട് മോട്ടോഴ്സ് ഉണ്ട്. യൂസസ് ഓഫ് മോട്ടോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെയർ ഡ്രയർ, സ്വിംഗ് മെഷീൻസ്, വാക്യൂം ക്ലീനർ, എയർ കംപ്രസർ, എലിവേറ്റേഴ്സ്, ക്രെയിൻസ്, ഇലക്ട്രിക് ട്രാക്ഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. DC മോട്ടറിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, in a DC motor the stator poles are supplied by DC excitation current which produces a DC magnetic field. The rotor is supplied by a DC current through which the brushes and commutators and coils എന്ന് പറയുന്നുണ്ട്. പിന്നെ interaction of the magnetic field and the rotor current generates a force that drives the motor എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടോഴ്സും ഷണ്ട് മോട്ടോഴ്സും സീരീസ് മോട്ടോഴ്സും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലെങ്കിൽ വേരിയസ് DC മോട്ടോഴ്സ്. പിന്നെ സ്പീഡ് കൺട്രോൾ ഓഫ് DC ഷണ്ട് മോട്ടോർ എന്ന് പറയുന്നത് രണ്ട് മെത്തേഡ്. നമുക്ക് ഒന്നെന്താണ്, ബൈ ഫീൽഡ് റെസിസ്റ്റൻസിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടെർമിനൽ വോൾട്ടേജിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ആർമേച്ചറിലേക്ക് പോകുന്ന കണക്ഷനിലൂടെ. പിന്നെ ഇൻസേർട്ടിങ് എ റെസിസ്റ്റൻസ് സീരീസ് വിത്ത് ദ ആർമേച്ചർ കോയിൽ, അതധികം കോമൺ അല്ലാത്തൊരു മെത്തേഡാണ്. പിന്നെ വാർഡ് ലിയോണാർഡ് സ്പീഡ് കൺട്രോൾ മെത്തേഡ് ഉണ്ട്, ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ അല്ലെങ്കിൽ ഫ്ലക്സ് കൺട്രോൾ. ഇതിൽ പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഇൻ ദിസ് മെത്തേഡ് ദ മോട്ടോർ ഈസ് ഓപ്പറേറ്റിംഗ് ആസ് എ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടറാണ്. ഇതിൽ നമുക്ക് എന്താണ്, we can have this method both above and below speeds controls is possible. Below rated speed ആവുന്ന സമയത്ത് armature voltage is controlled is used for the varying generator field ആണ്. A variable voltage is applied to the armature of the motor by using field of generator. Okay, so below rated speed ആവുന്ന സമയത്ത് armature voltage control എന്താണ്, it is used for varying the generator field എന്നാണ് പറയുന്നത്. പിന്നെ as voltage increases speed and the back EMF will increase ആണ് പറയുന്നത്. അതാണ് V minus EB is equal to constant കാണിച്ചിട്ടുള്ളത് of the motor and the generator എന്ന് പറയുന്നുണ്ട്. So as the voltage increases, speed of the back EMF will be increasing. Armature current of the flux becomes constant. അപ്പോൾ T is directly proportional to flux and armature current എന്ന് പറയുന്നുണ്ട്. അപ്പോൾ P is directly proportional എന്ന് പറയുന്നുണ്ട് with respect to speed of machine behaves as a constant torque variable power drives. ഇതൊക്കെ കൺട്രോൾസ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുമാതിരി സ്പീഡ് കൺട്രോൾ ഓഫ് DC മോട്ടറിൽ പറയുന്നത്, DC motors of the with some method the speed can be changed over a wide range ആണ്. So fine speed control generally not possible in AC motors. അപ്പോൾ indirectly proportional to back EMF and inversely proportional to flux എന്ന് പറയുമ്പോൾ EB is equal to V minus IARA നമുക്ക് അറിയാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ്. V is equal to E plus IARA നമ്മൾ ഫോർമുല അറിയാം. So speed depends upon the flux, armature resistance and applied voltage ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഡ് കൺട്രോൾസ് ആണ് പറഞ്ഞത്. ഫ്ലക്സ് ഓർ ഫീൽഡ് കൺട്രോൾ, ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ അല്ലെങ്കിൽ ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ എന്ന് പറയുന്നത്. സോ ആർമേച്ചർ വോൾട്ടേജ് കൺട്രോളിൻ്റെ ഫിഗർ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. എപ്പോഴും ഫീൽഡ് വൈൻഡിങ് ഇസ് പാരലൽ ടു ഷണ്ട് മോട്ടർ ആയിരിക്കും. ഓക്കെ, സോ ഈ മെത്തേഡിൽ എന്താണ്, N is directly proportional to V minus IR and inversely proportional to flux. Therefore N is directly proportional to applied voltage ആണ്. ഓക്കെ, ഈ മെത്തേഡ് നമ്മൾ സ്പീഡ് കൺട്രോൾ ഇസ് എംപ്ലോയ്ഡ് ഫോർ ലാർജ് സൈസ് മോട്ടോഴ്സ് ആണ്, ബിക്കോസ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാരണമുണ്ട്. പിന്നെ വാർഡ് ലിയോണാർഡ് സിസ്റ്റത്തിൻ്റെ ഫിഗർ, ഇതിൽ നമുക്ക് മോട്ടോർ ജെൻസെറ്റ് ആണ് വേണ്ടത്. അത് രണ്ടും സിംഗിളായി പറഞ്ഞ മോട്ടറും ജനറേറ്ററും രണ്ടും കൂടി ഒരു ഷാഫ്റ്റിലൂടെ കണക്റ്റഡ് ആണ്. അത് നോക്കാം. ദിസ് സിസ്റ്റം ഇസ് യൂസ്ഡ് വെയർ ദ സെൻസിറ്റീവ് സ്പീഡ് കൺട്രോൾ ദ മോട്ടർ ഇസ് റിക്വയർഡ്. ഇപ്പോൾ സെൻസിറ്റീവ് സ്പീഡ് നമുക്ക് എലിവേറ്ററിൽ അതേമാതിരി എക്സ്കവേറ്റേഴ്സിലൊക്കെ ആവശ്യമാണ്. അപ്പോൾ the arrangement of this system is shown in the figure. M2 is a motor with speed controls is required. Okay, M2 നമുക്ക് ഫീൽഡ് ആണ്, എല്ലാം ഫീൽഡ് കാണിച്ചിട്ടുണ്ട്. വിത്ത് ഫീൽഡ് താഴെ M2 എന്താണ്, മോട്ടോർ ദാറ്റ് സ്പീഡ് കൺട്രോൾ എന്നാണ് പറയുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഡ് ഓഫ് ജനറേറ്റർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് DC ജനറേറ്റേഴ്സ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. സിസ്റ്റം ഡയഗ്രാമാറ്റിക്കലി നിങ്ങൾക്ക് ചോദിക്കാം,
അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡയഗ്രാമാറ്റിക്കലി ഇത് വരച്ച് കാണിച്ചാൽ മതി. ഓക്കെ, ടൈപ്സ് ഓഫ് DC ജനറേറ്റേഴ്സിനെ ഡയഗ്രാമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വരച്ച് കാണിച്ചാൽ മതി. അതിലാണ് സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ. അതിൽ ഷണ്ട്, സീരീസ് ആൻഡ് കോമ്പൗണ്ട് കാണിച്ചിട്ടുണ്ട്. കോമ്പൗണ്ട് ലോങ് ഷണ്ടും ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് DC ഞാൻ വീണ്ടും ഒന്നും കൂടി എടുത്ത് കാണിച്ചിരിക്കുകയാണത്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്, സെൽഫ് എക്സൈറ്റഡ്, കോമ്പൗണ്ട് എക്സൈറ്റഡ്. സെൽഫ് എക്സൈറ്റഡ് സീരീസ് വൗണ്ടും ഷണ്ട് വൗണ്ടും, കോമ്പൗണ്ട് വൗണ്ടിൽ ലോങ് ഷണ്ടും ഷോർട്ട് ഷണ്ടും നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഞാൻ ഒന്നുകൂടി കാണിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ദ വേ ഓഫ് ഫീൽഡ്സ് ആർ എക്സൈറ്റഡ്. അപ്പോൾ ഡിഫറെൻറ്റ് വേസ് നമ്മൾ വരച്ച് കാണിച്ചിട്ടുണ്ട്. പിന്നെ പവർ സ്റ്റേജ് ഓഫ് ജനറേറ്റർ നമുക്ക് ABC 3 സ്റ്റേജസ് ആണ്. മെക്കാനിക്കൽ പവർ, അതേമാതിരി അതിൻ്റെ ഇടയ്ക്ക് അയൺ ആൻഡ് ഫ്രിക്ഷൻ ലോസസ് ഉണ്ട്. ടോട്ടൽ പവർ ജനറേറ്റർ ആർമേച്ചറാണ് Bയിൽ. കോപ്പർ ലോസസും അതേമാതിരി തന്നെ ടോട്ടൽ ഇലക്ട്രിക് ഔട്ട്പുട്ട് പവർ എന്നാണ് DC ജനറേറ്ററിൽ നമുക്ക് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലോ ഡയഗ്രാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വരച്ച് പഠിക്കണം. ഇനി ലോസസ് ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് എഫിഷ്യൻസി ഇക്വേഷൻസ് ആണ്. അതിലൊന്ന് മെക്കാനിക്കൽ എഫിഷ്യൻസി നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഇലക്ട്രിക്കൽ എഫിഷ്യൻസി, കമേഴ്ഷ്യൽ ആൻഡ് ഓവറോൾ എഫിഷ്യൻസി. ഇതിൻ്റെ ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് പറയാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിക്കുക. താങ്ക് യു. ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് ഡീൽ ചെയ്യാൻ പോണത് DC മോട്ടോർ സ്റ്റാർട്ടേഴ്സ് ആണ്. അതെ, സ്റ്റാർട്ടേഴ്സ്. എന്തിനാണ് സ്റ്റാർട്ടേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാർട്ടേഴ്സ് എന്തൊക്കെയാണ്, അതാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ സ്റ്റാർട്ടേഴ്സ് നമുക്കറിയാം, മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ സ്റ്റാർട്ടറിൻ്റെ മെയിൻ ഉപയോഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ സ്റ്റാർട്ടർ ഇസ് ടു ലിമിറ്റ് ദ കറണ്ട് ആണ്. നമുക്ക് എപ്പോഴും സ്റ്റാർട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ഹൈ കറണ്ട് അല്ലെങ്കിൽ ഭയങ്കര വലിയ കറണ്ടാണ് കയറി വരിക. അപ്പോൾ അത് മോട്ടറിലേക്ക് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ മോട്ടർ കത്തിപ്പോവാം. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്നത് 3 പോയിൻറ്റ് സ്റ്റാർട്ടർ ഉണ്ട്, 4 പോയിൻറ്റ് സ്റ്റാർട്ടർ ഉണ്ട്, മാതിരി 2 പോയിൻറ്റ് സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. പിന്നെ നോ ലോഡ് റിലീസ് കോയിൽ സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, തൈറസ്റ്റർ കൺട്രോളർ സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാർട്ടേഴ്സ്. ഓക്കെ, അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് നെസസിറ്റി ഓഫ് സ്റ്റാർട്ടർ. അത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഇൻട്രൊഡക്ടറി ആയിട്ട് പറയുന്നത്, ഇൻട്രൊഡക്ഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ദ 3-phase ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആർ സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. 3-phase ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആർ സെൽഫ് സ്റ്റാർട്ടിംഗ് ഡ്യൂ ടു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, but the motors show tendency to draw very high current at the time of starting. Such a current can be 6 to 8 times of full load and rated current, and it can damage the motor winding. Hence, there should be a device which can limit such high starting current. Such a device which limits high starting current is called a starter. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഹൈ കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3-phase ഇൻഡക്ഷൻ മോട്ടോഴ്സൊക്കെ സെൽഫ് സ്റ്റാർട്ടിംഗ് എന്നറിയാം. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഓൾ ഡ്യൂ ടു ദ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ മോട്ടോഴ്സ് എപ്പോഴും എന്താണ്, ഒരു ടെൻഡൻസി ഉണ്ട് ടു ഡ്രോ വെരി ഹൈ കറണ്ട് ഇൻ ദ ടൈം ഓഫ് സ്റ്റാർട്ടിങ്. മോട്ടോർ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഭയങ്കര വലിയ കറണ്ട് വലിച്ചെടുക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ആ ടെൻഡൻസി എപ്പോഴും മോട്ടോർ കാണിക്കും. അപ്പോൾ അത് ഏതാണ്ട് 6 to 8 times ഫുൾ ലോഡായിരിക്കും. അപ്പോൾ അതെന്താണ്, നമ്മുടെ മോട്ടോർ വൈൻഡിങ്ങിനെ ഡാമേജ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ഒരു ഡിവൈസ് യൂസ് ചെയ്യണം. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ലിമിറ്റ് ദ ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ട് ആണ്. So such a device which limits the high starting current is called as starters. അപ്പോൾ അതിൽ അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇത് സ്റ്റാർട്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് കേൾക്കാം. സോ ലെറ്റ് us study the detail of why starter is required for induction motor. അപ്പോൾ അതിലൊന്ന് പറയണത് എന്താ വെച്ചാൽ, നമുക്ക് നോക്കാം. ലെറ്റ് us study that the detail of the starter is required for induction motors ആണ്. പിന്നെ പറയണത് 3-phase ഇൻഡക്ഷൻ മോട്ടോഴ്സ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ റോട്ടർ സർക്യൂട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്ലിപ്പ് ഓഫ് ദ ഇൻഡക്ഷൻ മോട്ടോർ. Therefore, induced EMF effectively decides the magnitude of the rotor current. അപ്പോൾ റോട്ടർ കറണ്ട് ഇക്വേഷൻ ആണ് നമുക്കിവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാർട്ടറിൽ 3 പോയിൻറ്റ് സ്റ്റാർട്ടറാണ്
നമുക്കൊന്ന് പറയാനുള്ളത്. അപ്പോൾ 3 പോയിന്റ് സ്റ്റാർട്ടേഴ്സിൻ്റെ ഫിഗറാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ സ്റ്റാർട്ടർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതിൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞു, എന്താ അതിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത് നമ്മളിതിൽ 3 പോയിന്റ് സ്റ്റാർട്ടറാണ്. അപ്പോൾ 3 പോയിന്റ് സ്റ്റാർട്ടറിൽ നമുക്ക് കാണാം, എൻ്റെ സർക്യൂട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും നന്നായിട്ട് വരച്ച് പഠിക്കണം. അതിൽ നമുക്ക് ഓവർലോഡ് റിലീസും അതേപോലെ തന്നെ നോ വോൾട്ട് റിലീസും 2 കോയിൽസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് ഫങ്ഷൻ. ഇപ്പോൾ ലൈന്, ഫീൽഡ്, ആർമേച്ചർ നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഫീൽഡിൽ നമ്മൾ ഷണ്ട് ഫീൽഡും അതേപോലെ തന്നെ ആർമേച്ചറിലെ മോട്ടറും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, മെയിൻ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ലൈനിൽ നിന്ന് നേരെ പോകുന്ന ഓവർലോഡ് നമ്മുടെ സ്പൈറലിലേക്കാണ്, ദാറ്റ് സ്പ്രിങ്ങിലേക്കാണ് പോകുന്നത്. അവിടുന്ന് സ്റ്റാർട്ടർ ചെയ്യുന്നതാണ്, ദാറ്റ് സ്റ്റാർട്ടർ. അത് സോഫ്റ്റ് അയൺ കീപ്പർ ലെവൻ സോഫ്റ്റ് അയൺ വെച്ചിട്ടുണ്ട്, പിന്നെ റെസിസ്റ്റൻസസ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്ത് നമ്പർ 5ലേക്ക് എത്തും. അതിലൂടെ എന്താണ് റൺ പൊസിഷനിലേക്ക് എത്തും. എന്നപ്പോൾ തന്നെ അതിൻ്റെ എൻഡ് എന്താണ്, ഇറ്റ് ഈസ് ബീങ് കണക്റ്റഡ് ടു എ നോ വോൾട്ട് റിലീസ്. അപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനം റിലീസ് ചെയ്തിട്ട് നമുക്ക് സപ്ലൈ എത്തിക്കും. ഓക്കെ, അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് 3 പോയിന്റ് സ്റ്റാർട്ടറിൽ നമുക്ക് പറയണത്, എ 3 പോയിന്റ് സ്റ്റാർട്ടർ ഇസ് എ സിമ്പിൾ വേർഡ്സ് is a device that helps to starting and running the shunt bound to DC motors or compound wound DC motors. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Now the question is why these type of DC motors require assistance of start in case. എന്തിനാണ് നമുക്ക് ഇതിൻ്റെ ആവശ്യം? അതാണ് പറയുന്നത്. 3 പോയിന്റ് സ്റ്റാർട്ടറിൽ നമുക്ക് പറയുന്നത് വെച്ചാൽ, that is we can very well understand that on the above equations. അപ്പോൾ ഈ കറണ്ട് എന്താ ഡേഞ്ചറലി ഹൈ സ്റ്റാർട്ടിങ് കറണ്ട് ആണ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു make use of the device like 3 point starter to limit the starting current ആണ്, so that it can be run in allowable value. Okay, so working of 3 point starter എന്ന് പറഞ്ഞാൽ, while entire starting resistance comes in series with the armature, so high starting armature current therefore gets limited to the current equation ആണ് I is equal to E by R plus R SH എന്ന് പറഞ്ഞു. ഇനി as the handle is moved further, it is going or it is making, അല്ലെങ്കിൽ goes on making with the contacts with the studs of 2, 3 and 4 etc. അപ്പോൾ gradually cutting all these resistances from the armature circuit to the motor gathers the speed. അപ്പോൾ വർക്കിംഗ് ഒന്നുകൂടി പറയാം. എന്താ പറയുക, while entire starting resistances comes in series with the armature. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് entire resistance ആണ് സീരീസിൽ ആയിട്ട് വരെ ഇവിടെ ആർമേച്ചർ ആയിട്ട്. അപ്പോൾ ഹൈ സ്റ്റാർട്ടിങ് ആർമേച്ചർ കറണ്ട് എന്താണ്, അത് ലിമിറ്റ് ചെയ്യപ്പെടുകയാണ്. ആസ് എ കറണ്ട് ഇക്വേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ബിക്കംസ് ഐ എ ഇസ് ഇക്വൽ ടു ദിസ്, ഐ എ ഇസ് ഇക്വൽ ടു ഇ എ ബൈ ആർ എ പ്ലസ് ആർ എസ് എന്ന് പറഞ്ഞു, ആർ എസ് എച്ച് എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ആർ എസ് എ ടു സ്റ്റാർട്ട് എന്ന് പറയുന്നുണ്ട്. സോ ആസ് എ ഹാൻഡിൽ ഇസ് മൂവ് ഫർദർ ഇറ്റ് ഗോസ് ഓൺ കട്ടിങ് ദ സ്റ്റഡ്സ് ആണ് 2, 3, 4. സോ ഗ്രാജുവലി കട്ടിങ് ഓഫ് ദീസ് സീരീസ് റെസിസ്റ്റൻസസ് ആർമേച്ചർ കറണ്ട് ഓർ ആർമേച്ചർ സർക്യൂട്ട് ആസ് എ മോട്ടോർ ഗാദേഴ്സ് ദ സ്പീഡ് എന്ന് പറയുന്നത്. ആർമേച്ചർ സർക്യൂട്ട് എന്താണ്, മോട്ടോർ സ്പീഡ് ഗെയിൻ ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി 4 പോയിന്റ് സ്റ്റാർട്ടർ ആണ്. നമുക്ക് 4 പോയിന്റ് സ്റ്റാർട്ടർ എന്താണെന്ന് നോക്കാം. ഓക്കെ, 4 പോയിന്റ് സ്റ്റാർട്ടറിൽ നമുക്ക് 4 ടെർമിനൽസ് ആണ്. അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഓപ്പറേഷൻ പോയിന്റ്സ് 4 ആണ്. അതാണ് എൽ ഫോർ ലൈൻ ടെർമിനൽ, എ ഫോർ ആർമേച്ചർ ടെർമിനൽ, എഫ് ഫോർ ഫീൽഡ് ടെർമിനൽസ്. അപ്പോൾ ലൈൻ ടെർമിനൽ നമുക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് ഓഫ് ദ സപ്ലൈ ആണ്. അതുമാതിരി ആർമേച്ചർ എന്താണ്, ആർമേച്ചർ വൈൻഡിങ്ങിലേക്കാണ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫീൽഡ് ടെർമിനൽ എന്താണ്, ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ഇൻ ദ കേസ് ഓഫ് 3 പോയിന്റ് സ്റ്റാർട്ടർ, ഇൻ അഡീഷൻ ദിസ് എന്താണ്, നമുക്കൊരു 4th പോയിന്റ് ഉണ്ട്, എൻ ആണ്. അതാണ് നമുക്ക് നോ വോൾട്ടേജ് കോയിൽ എന്ന് പറഞ്ഞാൽ അതാണ് അതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 4 പോയിന്റ് സ്റ്റാർട്ടറിൻ്റെ ഇതാ നമുക്ക് കാണാം, അതിൽ 4 പോയിന്റ്സ് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് വരച്ച് നിങ്ങൾ പഠിക്കണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പറയുന്നത് എന്താണ്, അതായത് റിമാർക്കബിൾ ഡിഫറൻസസ് ഇൻ കേസ് ഓഫ് ദ 4 പോയിന്റ് സ്റ്റാർട്ടർ ഇസ് ദാറ്റ് no voltage coil is connected independently across the supply through the 4th terminal called N in addition to the L, F and A എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്താണ്, N എന്നൊരു 4th ടെർമിനൽ ഉണ്ട്, അതാണ് നമ്മളിതിൽ സപ്ലൈ ത്രൂ കണക്ട് ചെയ്തിട്ടാണ് നോ വോൾട്ടേജ് കോയിൽ ഉള്ളത്. ഇനി ആസ് എ ഡയറക്റ്റ് കോൺസിക്വൻസസ് ഓഫ് ദാറ്റ്, any change in the field supply current does not bring about any difference in the performance of NVC. So therefore, it must be ensured that no voltage coils always produce a force which is strong enough to hold the handle in the run position against force of the spring under all the operational conditions. എന്താ പറയുക, ആസ് എ ഡയറക്റ്റ് കോൺസിക്വൻസസ് ഓഫ് ദാറ്റ് നമ്മൾ പറഞ്ഞു NVC ഒരു കോയിലോട് ഉണ്ട്.
അപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസസ് വെച്ച് പറയുന്നത് എന്താണ്? എനി ചേഞ്ച് ഇൻ ദ ഫീൽഡ് സപ്ലൈ കറണ്ട് ഡസ് നോട്ട് ബ്രിങ് അബൌട്ട് എനി ഡിഫറൻസ് ഇൻ ദ പെർഫോമൻസ് ഓഫ് ദ NVC. അപ്പോൾ ഈ ഫീൽഡ് സപ്ലൈയിൽ എന്തൊരു ചേഞ്ച് വന്നാലും നമ്മുടെ NVCയിൽ യാതൊരു ചേഞ്ചസ്, അതിൻ്റെ പെർഫോമൻസ് യാതൊരു ചേഞ്ചസ് വരുന്നില്ല എന്നാണ്. Therefore it is ensuring that no voltage coil always produces a force. അപ്പോൾ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്? NVC നമുക്ക് എപ്പോഴും എന്താണ്, ഒരു ഫോഴ്സ് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. സോ ദാറ്റ് ഈസ് സ്ട്രോങ് ഇനഫ് ടു ഹോൾഡ് ദ ഹാൻഡിൽ ഇൻ ദ റൺ പൊസിഷൻ. അപ്പോൾ അത് ആ ഫോഴ്സ് എന്താണ്, റൺ പൊസിഷനിൽ ഹാൻഡിലിന് ഹോൾഡ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഫോഴ്സ് അഗൻസ്റ്റ് ദ സ്പ്രിങ് അണ്ടർ ദ ഓപ്പറേഷൻ. അപ്പോൾ അവിടെ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ അഗൻസ്റ്റ് ആണ് ഹോൾ സർക്യൂട്ട് അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ സച്ച് എ കറണ്ട് ഈസ് അഡ്ജസ്റ്റഡ് ത്രൂ ദ നോ വോൾട്ടേജ് കോയിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിക്സഡ് റെസിസ്റ്റൻസ് ആർ ഇൻ ദ സീരീസ്. അപ്പോൾ അതാണ് നമുക്ക് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. And apart from the above mentioned fact, 4-point and 3-point starters are similar in all the ways like processing variable resistance. 4-point 3-point പോലെ തന്നെയാണ്. എന്താണോ ഫംഗ്ഷൻസ് 3-pointലുള്ള അതേ ഫംഗ്ഷൻസ് ആണ് 4-pointലും ഉള്ളത്. And this is integrated into number of sections ആണ്. So contact points of these sections are called studs, as shown in separately, that is off 1, 2, 3, 4, 5 and run എന്ന പൊസിഷൻ നമുക്ക് എഴുതി കാണാം. So how is the handles are free to move manually and regulate the starting current, gathering the speed. അപ്പോൾ അത് നമുക്ക് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ എന്താണ്, ദ മോട്ടർ ക്യാൻ ഗെയിൻ ഇറ്റ് സ്പീഡ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓപ്പറേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, കാണിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് നമ്മൾ ആ സപ്ലൈ ഈസ് ഗിവൺ ടു ദ ഹാൻഡിൽ ഓഫ് ദ ടേക്കൻ സ്റ്റഡ് 1ലേക്ക് കൊടുത്തു. ആൻഡ് ദ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റ് ആൻഡ് ദ ലൈൻ കറണ്ട് ദാറ്റ് starts flowing through the starter in this situation can be seen, that is current will be divided into 3 parts, flowing 3 different points ആണ്. ഒന്ന് എന്താണ്, സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് 1 part flows through the starting resistance ആണ് R1 plus R2 plus R3. എന്നിട്ട് സെക്കൻഡ് പാർട്ട് എന്താണ്, ഇസ് flowing through the field winding F. മൂന്നാമത്തെ എന്താണ്, NVCയിലൂടെയാണ് പോകുന്നത്, which is being connected in series with the protective resistance R. So the point is to be noted here that with the particular arrangement, any change in the shunt field circuit does not bring about any change in the no voltage coil. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷണ്ട് ഫീൽഡ് സർക്യൂട്ടിൽ യാതൊരു ചേഞ്ചും വരാത്തക്ക വിധത്തിൽ എന്താണ്, ദേ വോണ്ട് ബി എനി ചേഞ്ച് ഇൻ ദ NVCയിലും. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും പരസ്പരം എന്നാണ് പറഞ്ഞത്. സോ എസെൻഷ്യലി മീൻസ് ദാറ്റ് ദ ഇലക്ട്രോമാഗ്നറ്റിക് പൂൾ സബ്ജക്റ്റഡ് അപ്പോൺ ദ സോഫ്റ്റ് അയൺ ബാർ ഓഫ് ദ ഹാൻഡിൽ by the no voltage coil, and the points of the time should be high enough to keep the handle in the run position. എപ്പോഴും എന്താണ്, അവിടുത്തെ കറണ്ട് ദാറ്റ് ഈസ് ഹോൾഡ് പൊസിഷനിൽ തന്നെ നമുക്ക് റൺ പൊസിഷനിൽ തന്നെ ഹാൻഡിലിനെ ഹോൾഡ് ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. സോ റാദർ പ്രിവെന്റ് ദ സ്പ്രിംഗ് ഫോഴ്സ് ഫ്രം റിസ്റ്റോറിങ് ദ ഹാൻഡിൽ. അപ്പോൾ തീർച്ചയായിട്ടും തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട്. അതിൽ സ്പ്രിംഗ് കണക്റ്റഡ് ആണ്, അപ്പോൾ തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് നമ്മൾ തടയണം. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ എന്താണ്, റൺ പൊസിഷനിൽ തന്നെ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, നോ വോൾട്ടേജ് കോയിൽ എപ്പോഴും എന്താണ്, ഹൈ ആയിരിക്കണം ദാൻ ദ കറണ്ട് അപ്ലൈ എന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് അയൺ ബാർ ഹാൻഡിലിൻ്റെ കറണ്ട് അതാണ്. ദിസ് ഇസ് എസെൻഷ്യലി മീൻ ദ ഇലക്ട്രോമാഗ്നറ്റിക് പൂൾ സബ്ജക്റ്റഡ് അപ്പോൺ ദ അയൺ ബാർ ഓഫ് ദ ഹാൻഡിൽ ബൈ ദ നോ വോൾട്ടേജ് കോയിൽ ഓഫ് ഓൾ ദ പോയിന്റ് ടൈം ഷുഡ് ബി ഇനഫ് കീപ് ദ ഹാൻഡിൽ. അപ്പോൾ അവിടെ എപ്പോഴും ആ റീസ്റ്റോറിംഗ് ഫോഴ്സിനെ ഓവർകം ചെയ്തിട്ടുള്ള ഫോഴ്സ് അവിടെ എപ്പോഴും ഉണ്ടാവണം എന്നാണ്. സോ അതിലൂടെ എന്താണ്, ഓപ്പറേഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ 4-point and 3-point സ്റ്റാർട്ടർ ഇതാണ് പറയുന്നത്. സോ അതർവൈസ് both almost similar and used for limiting the starting current and the shunt wound DC motor and compound wound DC motor. എല്ലാ സ്റ്റാർട്ടേഴ്സിനും ഒരേ യൂസ് ആണ്. പക്ഷേ 3.4-point സ്റ്റാർട്ടേഴ്സിന് ഫങ്ഷൻസ് ഏറെക്കുറെ സെയിം ആണ്. മെയിൻ ഫങ്ഷൻ ഈസ് ടു ലിമിറ്റ് ദ കറണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. താങ്ക് യു. ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ ഡീൽ ചെയ്യണത് ലോസസ് ഇൻ DC മെഷീൻസ് ആണ്. ഇതെന്തൊക്കെയാണ് നമുക്കൊന്ന് ഗോ ത്രൂ ചെയ്യാം. സോ ലോസസ് ഇൻ DC മെഷീൻ ഞാൻ ഒരു ട്രിയോ കാണിച്ചിട്ടുണ്ട്. സോ വേരിയസ് ലോസസ് ഇൻ DC മെഷീൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം 3 ഭാഗങ്ങളായിട്ട് എഴുതാം. ഒന്ന് കോപ്പർ ലോസസ്, രണ്ടാമത്തെ അയൺ ലോസസ്, മൂന്നാമത്തെ മെക്കാനിക്കൽ ലോസസ്. ആ കോപ്പർ ലോസസിൽ വീണ്ടും 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആണ് ആർമേച്ചർ കോപ്പർ ലോസ്, ഷണ്ട് ഫീൽഡ് കോപ്പർ ലോസ്, സീരീസ് ഫീൽഡ് കോപ്പർ ലോസ്. അയൺ ലോസിനെ വീണ്ടും 2ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്, ഹിസ്റ്ററിസിസ് ലോസ് ആൻഡ് എഡി കറന്റ് ലോസ്. പിന്നെ മെക്കാനിക്കൽ ലോസസിൽ വീണ്ടും നമ്മൾ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ഫ്രിക്ഷൻ ലോസ് ആൻഡ് വിൻറ്റേജ് ലോസസ്. ഓക്കെ, അപ്പോൾ എന്താണ് കോപ്പർ ലോസ് നോക്കാം. സോ കോപ്പർ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എവിടെ ഒക്കർ ചെയ്യണത്, ദിസ് ലോസ് ഈസ് ഒക്കറിങ് in those part of the DC machines
വിച്ച് ക്യാരി ഇലക്ട്രിക് കറണ്ട്. എവിടേക്കാണോ ഇലക്ട്രിക് കറണ്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ പോകുന്നത് അവിടെയൊക്കെ നമുക്ക് ആ ലോസസ് കാണാൻ സാധിക്കും. അപ്പോൾ കോപ്പർ ലോസസ് നമുക്ക് ഒക്കർ ചെയ്യുന്നത് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ വേരിയസ് വൈൻഡിങ്സ് ഓഫ് ദ മെഷീൻസ് ആണ്. അപ്പോൾ ആ എവിടേക്കാണ് നമുക്ക് ആ വൈൻഡിങ്സ് ഉള്ളത്? ഒന്ന് ആർമേച്ചർ കോപ്പർ ലോസ്, ഷണ്ട് ഫീൽഡ് കോപ്പർ ലോസ് ആൻഡ് സീരീസ് ഫീൽഡ് കോപ്പർ ലോസ് ആണ്. ഓക്കെ, അടുത്ത നമുക്ക് അയൺ ലോസസ് ആണ്. അപ്പോൾ അയൺ ലോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കേഴ്സ് ഇൻ ദ ആർമേച്ചർ ഓഫ് എ മെഷീൻ എന്നാണ് ആൻഡ് ആർ ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ആർമേച്ചർ ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് പോൾസ്. സോ ആ രണ്ട് ടൈപ്പ് ഉണ്ട്. അതിലാണ് ഹിസ്റ്ററീസിസ് ലോസ് ആൻഡ് എഡ്ഡി കറന്റ് ലോസസ്. ഈ രണ്ട് ലോസസും എന്താണ് നമുക്ക് നോക്കാം. എഡ്ഡി കറന്റ് ലോസസും ഹിസ്റ്ററീസിസ് ലോസസ് എന്താണെന്ന് നോക്കി നോക്കാം. ഹിസ്റ്ററീസിസ് ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ലോസ് ഇസ് ഡ്യൂ ടു ദ റിവേഴ്സൽ ഓഫ് മാഗ്നറ്റിസം ഓഫ് ദ ആർമേച്ചർ കോർ. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റിവേഴ്സൽ ഓഫ് ആർമേച്ചർ എന്താണ്, എവിടെയാണ് സംഭവിക്കുന്നത് എന്താണെന്നൊക്കെ. അപ്പോൾ ദിസ് ഇസ് ലോസസ് ഡ്യൂ ടു ദ റിവേഴ്സൽ ഓഫ് മാഗ്നറ്റിസം ഓഫ് ദ ആർമേച്ചർ കോർ.